ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ബാംഗ്ലൂര് ഗുരുദേവൻ്റെ ഭക്തനായിട്ട് വളരെ വിദ്വാനായി ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ പേര് കൃഷ്ണമൂർത്തിജി എന്നായിരുന്നു. സംസ്കൃതത്തിലും വേദാന്തത്തിലുമൊക്കെ വളരെ നിഷ്ണാതനായിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഗുരുദേവനുമായി കണ്ട് ഗുരുദേവൻ്റെ ഗീതാപ്രഭാഷണങ്ങൾ ശ്രവിക്കാനിടയായി. അങ്ങനെ അദ്ദേഹം ചിന്മയ മിഷൻ്റെ വലിയൊരു ഭക്തനും കാര്യകർത്താവും ഒക്കെ ആയി തീർന്നു. അദ്ദേഹമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നതായ ഈ ചിന്മയാഷ്ടകം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മിശ്ര കൃതിയാണ്. മിശ്രം എന്ന് വെച്ചാൽ ഇതിൽ ഗുരുദേവൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടും അവിടുത്തെ ലീലകളെക്കുറിച്ചിട്ടും രൂപത്തെക്കുറിച്ചിട്ടും തത്വത്തെക്കുറിച്ചിട്ടും ഒക്കെയുള്ള പ്രതിപാദനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും. അപ്പോൾ ഓരോ ശ്ലോകങ്ങളിലും അതിസുന്ദരമായി ആരാണ് ഗുരുദേവ്, ഒരു മഹാത്മാവിനെ അറിയാൻ മഹാത്മാക്കൾക്ക് മാത്രമേ പറ്റൂന്നാണ് അല്ലേ. എത്രയൊക്കെ നമ്മുടെ ബുദ്ധിയുണ്ടെങ്കിലും ഈ ബുദ്ധി കൊണ്ട് മഹാത്മാക്കളെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ചെറിയൊരു ചിരട്ട കൊണ്ട് സമുദ്രം വറ്റിക്കുന്നത് പോലെയാണെന്നാണ്. എത്ര കോരിയാലും പിന്നീട് അനന്തമായിട്ട് ശേഷിക്കുന്നത് പോലെ മഹാത്മാക്കളുടെ മഹിമ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അവരുടെ ബുദ്ധി അനുസരിച്ചിട്ട് അളക്കാൻ സാധിക്കുക. നമ്മൾ പലപ്പോഴും അല്ലേ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കൃതികളുടെ പഠനത്തോടു കൂടിയാണ് നമ്മുടെ മനസ്സിൽ ഈശ്വരനെക്കുറിച്ചിട്ടാണെങ്കിലും ഗുരുദേവനെക്കുറിച്ചിട്ടാണെങ്കിലും ഉള്ള ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിക്കുന്നത്? സ്തോത്രങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു അല്ലേ, പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ സൂക്ഷ്മമാക്കി ആ സൂക്ഷ്മതമമായ തത്വത്തിലേക്ക് നയിക്കാൻ സ്തോത്രങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ശ്രദ്ധ വളർത്തുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ്, അതാണ് നമ്മുടെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ട് നൈഷധം എന്ന് പറഞ്ഞിട്ട് പഞ്ചമഹാകാവ്യങ്ങൾ, സംസ്കൃതത്തിൽ 5 മഹാകാവ്യങ്ങളാണ്. അതിലൊന്നാണ് നൈഷധം എന്ന് പറയും. നിഷുധൻ എന്ന് പറഞ്ഞാൽ അല്ലേ നളൻ ആണ്. ഈ നളദമയന്തികളെക്കുറിച്ചിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് അവർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടായെച്ചാൽ കേട്ടിട്ടാണെന്നാണ്, കണ്ടിട്ടല്ല. അവർ കണ്ടിട്ടില്ല. പക്ഷേ നളനെക്കുറിച്ചിട്ട് കേട്ടപ്പോഴും, നളനെക്കുറിച്ച് നിറയെ കേട്ടപ്പോൾ ദമയന്തിയുടെ മനസ്സിൽ നളനെക്കുറിച്ച് സ്നേഹം ഉണ്ടായി. അതേപോലെ ദമയന്തിയെക്കുറിച്ച് കേട്ടിട്ടാണ് അത്ര നളൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായത്. അത് വളരെ പരിശുദ്ധമായ സ്നേഹമാണെന്നാണ്. അതുമാതിരി നമുക്കും എങ്ങനെയാണ് ഭഗവാനോട് സ്നേഹം ഉണ്ടാവുക? വെറുതെ ഭഗവാനോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നവധാഭക്തിയിൽ ആദ്യത്തെ കാര്യം എന്താ? ശ്രവണം എന്നാണ്. കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? കുറ്റമല്ല കേൾക്കേണ്ടത്, നന്മകളെ കേൾക്കണം അല്ലേ. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? ഭദ്രം കർണേഭിശൃണുയാമ ദേവാഹ. ആദ്യത്തെ പ്രാർത്ഥന എന്താ? കേൾക്കുമാറാകണേ. എന്ത് കേൾക്കണം? ഭദ്രമായത് കേൾക്കണം. എന്താ ഭദ്രം വെച്ചാൽ? ഭദ്രം അല്ലേ, കേൾക്കുക എന്നർത്ഥം നമ്മുടെ ആത്മീയമായിരിക്കുന്ന വികാസത്തിന് യാതൊന്നാണോ സഹായമാകുന്നത്, യാതൊന്നാണോ നമ്മുടെ ജീവിതത്തിലേക്ക് മംഗളത്തെ, നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പൂർണതയെ കൊണ്ടുവരുന്നത്, അതിനെയാണ് എന്ത് പറയുക? ഭദ്രം എന്ന് പറയുക. അപ്പോൾ ഭദ്രമായത് കേൾക്കണം. എന്തായാലും കേൾക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നല്ലത് കേൾക്കാനിടയാകണം. ഈ ശ്രുതിയിലൂടെയാണ് അല്ലേ, ചെവിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്തുതികളെ കേൾക്കുകയും അവയെ
ജപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ പറയുന്നു ഇവിടെ നമ്മൾ ചിന്മയാഷ്ടകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കണ്ടു. നമുക്കത് ഒരുമിച്ച് ജപിക്കാം, എന്നിട്ട് മറ്റ് ശ്ലോകങ്ങൾ ശ്രവിക്കാം. ഓംകാരസൂനമകരന്ദരസം പിബന്ധം അധ്യാത്മഭൃംഗമവനീതലഭാഗ്യശൃംഗം ആനന്ദപൂർണമതിമപ്രമിഴപ്രഭാവം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. അടുത്ത ശ്ലോകം. ഉന്മീലദംബുജദളായതമുഗ്ധനേത്രം ഉത്തപ്തനിർമ്മലസുവർണസമാനഗാത്രം ഉന്നിദ്രഭക്തജനമാനസരാജഹംസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഞാൻ ഹൃദയത്തിൽ ഗുരുവരനായിരിക്കുന്ന ശ്രീചിന്മയനെ ഭാവിക്കുന്നു, ധ്യാനിക്കുന്നു, ആരാധിക്കുന്നു. നമ്മൾ പറഞ്ഞു സ്തുതികളിൽ പലതരം സ്തുതികളുണ്ട്. ഇവിടെ എന്താണ് ഗുരുദേവൻ്റെ രൂപം? രൂപസ്തുതിയാണ്. എങ്ങനെയായിരുന്നു ഗുരുദേവൻ്റെ രൂപം? അല്ലെ, ഗുരുദേവനെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഗുരുദേവനെ മറക്കാൻ പറ്റില്ല. അത് ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്നുകൊള്ളണമെന്നൊന്നുമില്ല. ആർക്കും, ഇവൻ അല്ലേ എന്ന പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ ആർക്കാണെങ്കിലും ഗുരുദേവനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല എന്നാണ്. അല്ലേ? എന്തുകൊണ്ടാണ്? ഗുരുദേവൻ്റെ രൂപപ്രഭാവം. ദേവൻ്റെ രൂപം അത്രയും ഉജ്ജ്വലമായ ഒരു രൂപമായിരുന്നു. പറയാണ് എങ്ങനെയായിരുന്നു ഗുരുദേവൻ? പറയണു, ഉന്മീലദ് അംബുജദളായതമുഗ്ധനേത്രം. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളായിരിക്കും അത്രേ. എന്തുകൊണ്ട്? ഒരു കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ആളെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും എന്നാണ് പറയാണ്. ദ ഫേസ് ഈസ് ദ മിറർ ഓഫ് ദ മൈൻഡ് ആൻഡ് ദ ഐസ് ആർ ദ മിറർ ഓഫ് ദ ഫേസ്. ഐസ് ആർ ദ മിറർ ഓഫ് ദ സോൾ. ആക്ച്വലി നമ്മൾ ആരാണ് എന്ന് നമ്മുടെ കണ്ണുകളെ കൊണ്ട്, ഒരു കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അല്ലേ? ഒരാൾ ഉറങ്ങുകയാണോ, ഒരാൾ ഉണർന്നിരിക്കുകയാണോ, ഒരാൾ ബോറടിച്ചോ, ഒരാൾക്ക് സന്തോഷമുണ്ടോ ഒക്കെ എവിടെ നിന്ന് അറിയാം? നമുക്ക് കണ്ണുകളിൽ നിന്ന് അറിയാം. അല്ലേ? കണ്ണാണ് ആത്മാവിൻ്റെ കണ്ണാടി. അതുകൊണ്ട് ഒരു ശ്രുതി തന്നെയുണ്ട്. അല്ലേ? വിരോചനനും ഇന്ദ്രനും കൂടി ആത്മാവ് എന്താ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഗുരുവിൻ്റെ അടുത്ത്. ഗുരു പറഞ്ഞു, അതെ ഈ കണ്ണിലേക്ക് നോക്കൂ. കണ്ണിൽ നോക്കി. എന്താ? കണ്ണിലൊരു ഒരു 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 ജ്യോതിസില്ലേ? ഉണ്ട്. അത് തന്നെ ആത്മാവ് പറഞ്ഞു. അല്ലേ? നമ്മുടെ കണ്ണിലുള്ള ആ പ്രകാശമാണ് ആത്മാവ്. അപ്പോൾ കണ്ണാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും, അല്ലെ, ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഇരിപ്പിടം അവരുടെ കണ്ണുകളാണ്. എങ്ങനെയായിരുന്നു ഗുരുദേവൻ്റെ കണ്ണുകൾ? പറയാണ്, ഉന്മീലദംബുജദളായതമുഗ്ധനേത്രം. കണ്ണുകൾ എങ്ങനെയാണ്? മുഗ്ധനേത്രം, അതിസുന്ദരങ്ങളായ കണ്ണുകൾ. എങ്ങനെയുള്ളതാണത്? പറയണു, ആയത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞത് എന്നർത്ഥം. അല്ലേ? നല്ല നീണ്ടു വിടർന്ന കണ്ണുകൾ. എങ്ങനെയാണ് നീണ്ടു വിടർന്നാണ്? ദളം, ഒരു ദളം പോലെ, ഒരു എന്താ പറയുക, പുഷ്പത്തിൻ്റെ ഒരു ഇതൾ പോലെ, ഒരു പുഷ്പത്തിൻ്റെ ഇതൾ പോലെ നീണ്ടു വിടർന്ന മനോഹരങ്ങളായ കണ്ണുകൾ. ഏത് പുഷ്പത്തിൻ്റെ? അംബുജം. ഉന്മീലദ് അംബുജദളം. ഉന്മീലദ് ചലോ പൂർണ്ണമായി വികസിച്ചതായ വിടർന്ന താമരയുടെ ദളം പോലെ, വിടർന്ന താമരയുടെ ഇതൾ പോലെ നീണ്ടു വിടർന്ന കണ്ണുകൾ. നമുക്ക് ഈ താമരയെ എല്ലായിടത്തും ഇങ്ങനെ വീണ്ടും വീണ്ടും കോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. എന്ത് കാര്യം വന്നാലും താമര.
എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടെന്നാൽ ഭാരതീയ ആധ്യാത്മികതയുടെ പ്രതീകമാണ് താമര. എന്തുകൊണ്ടാണ് അങ്ങനെ? പറയാണ്, ഒരു താമരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അത് വിടർന്നതാണ്, മനോഹരമാണ്. മാത്രമല്ല അതിലൊരിക്കലും വെള്ളം പറ്റില്ല എന്നാണ്. താമര ഇതിലെ അല്ലേ, നളിനീതളഗത ജലമതി തരളം, ഒരു നളിനം താമരയുടെ ഇലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അത് പറ്റില്ല. പിന്നെയോ അത് എപ്പോഴും ജീവിക്കുന്നത് വെള്ളത്തിലാണ്. പക്ഷെ ഒരിക്കലും വെള്ളത്തിന് അതിനെ അഴുക്കാൻ, ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതുമാതിരി നമുക്കൊക്കെ എവിടെയാണ് ജീവിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിലാണ്. ഓടിപ്പോകാൻ പറ്റുമോ? എവിടെ പോയാലും അത് പ്രപഞ്ചമാണ്. ഓ മതിയേ, ഇനി വല്ല ആശ്രമത്തിൽ പോവാം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിലും പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എല്ലാം. അപ്പോൾ നമുക്ക് എവിടേക്ക് ഓടിപ്പോകാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? എവിടെ ഇരുന്നാലും നിസ്സംഗമായിട്ടിരിക്കാൻ പറ്റണം. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമദ്വയ. ഇത്രയേ ഉള്ളൂ അല്ലേ? എവിടെ ഇരിക്കുമ്പോഴും അതിനെല്ലാം ഭംഗി കൊടുത്തുകൊണ്ട്, എന്നാൽ അതിനോട് യാതൊരു വിധത്തിലുള്ള അതിനോട് അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നളിനം. വളരെ മനോഹരമാണ് അല്ലേ? പൂക്കൾ മറ്റു പൂക്കളെ പോലെയല്ല, അത് വിടർന്ന മനോഹരമായി അല്ലേ, എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നതായിട്ടുള്ള പുഷ്പമാണ്. അങ്ങനെയുള്ള പറയാണ്, ഉന്മീല വിടർന്ന് അംബുജദള, ഒരു താമരപ്പൂവിൻ്റെ ഇതളുപോലെ വിടർന്ന ആയതമായ നല്ല വിസ്തൃതമായിരിക്കുന്ന മുഗ്ധനേത്രം, അതിസുന്ദരമായ നേത്രങ്ങളോട് കൂടിയവനായി. പിന്നെ എങ്ങനെയായിരുന്നു ഗുരുദേവൻ്റെ സ്വരൂപം? പറയാണ്, ഉത്തപ്ത നിർമ്മല സുവർണ സമാനഗാത്രം. ഗുരുദേവൻ്റെ ഗാത്രം, ശരീരം എങ്ങനെയായിരുന്നു? സമാനം പോലെയാണ്. ഇതുപോലെ സുവർണം, സ്വർണ്ണ സമാനമായിരിക്കുന്ന ശരീരം. എങ്ങനെയുള്ള സ്വർണം? ക്ലാവൊക്കെ പിടിച്ച് പഴയ അങ്ങനത്തെയാണോ? അല്ല, ഉത്തപ്ത നിർമ്മലം അല്ലേ? സ്വർണത്തെ മിന്നിക്കുക എന്നാണ് പറയുക. സ്വർണത്തെ നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അഗ്നിയിലിട്ടാൽ മറ്റേതൊക്കെ സ്വർണം മിന്നും എന്ന് പറയില്ല, സ്വർണം മിന്നുക പറയാം. സ്വർണത്തിലൊരു പ്രത്യേക ഒരു താപത്തിലെത്തിക്കഴിഞ്ഞാൽ അത് മിന്നും, അത് ജ്വലിക്കും. അതിനെയാണ് ഉത്തപ്തം എന്ന് പറയാം. സ്വർണം മിന്നുക എന്ന് പറയും. ആ മിന്നുന്ന സ്വർണം പോലെ ഉത്തപ്ത നിർമ്മലം. അപ്പോൾ ആ മിന്നുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ നമ്മൾ എന്താ പറയുക, ആഭരണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സ്വർണം മാത്രമല്ല, അതിൽ ചെമ്പുമൊക്കെ ചേരും. എന്നാൽ മാത്രമേ നമുക്ക് ആഭരണം ഉണ്ടാക്കാൻ പറ്റൂ, അതിന് ഉറപ്പുണ്ടാവുള്ളൂ. പക്ഷേ അത് ഉരുക്കുന്ന സമയത്ത്, ആ മിന്നുന്ന സമയത്ത് ഇത് പറ്റും, അതിന് മുമ്പായിട്ട് അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടോ, അത് ചെമ്പാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഇരിഞ്ഞു പോവും. ആ മിന്നുന്ന സമയത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സ്വർണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഉത്തപ്തം. അത് മിന്നാണ്, നിർമ്മലമാണ് അല്ലേ? അതുപോലെ ഗുരുദേവൻ്റെ ശരീരവും ജ്വലിക്കുന്നതായ സ്വർണം പോലെ, യാതൊരു വിധത്തിലുള്ള അഴുക്കുകളും യാതൊരു വിധത്തിലുള്ള മലങ്ങളുമില്ലാത്ത ഉത്തപ്ത നിർമ്മല സുവർണം സമാനഗാത്രം. മഹാത്മാക്കളുടെ ശരീരവും നമ്മുടെ ശരീരവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെങ്കിലും അല്ലേ, ആ മഹാത്മാക്കളുടെ അവരുടെ ആ മാഹാത്മ്യം ഹേതുവായിട്ട് അല്ലെ, നമുക്കൊക്കെ അറിയാം ഗുരുദേവൻ്റെ അവസാന സമയത്തൊക്കെ ഹൃദയമൊക്കെ മിടിച്ചിരുന്നോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. എങ്കിലും എല്ലാവിധത്തിലുള്ള ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങൾ ഉള്ളപ്പോഴും അവരൊരിക്കലും ആ ശാരീരിക ക്ലേശങ്ങൾക്ക് അടിമയാകാതെ അവസാന ദിനം വരയ്ക്കും ഗുരുദേവൻ തൻ്റെ ഈ സന്ദേശത്തെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ജ്വലിക്കുന്ന സ്വർണം പോലെയുള്ള അതിസുന്ദരമായ ശരീരത്തോടു കൂടിയവനായി. പിന്നെ പറയാണ്, അപ്പോൾ ഇത് രണ്ടും, ആദ്യത്തെ രണ്ട് വരികൾ ഗുരുദേവൻ്റെ രൂപം ആണ്. ഇനി ഗുരുദേവൻ്റെ ഭാവമാണ്. എങ്ങനെയാണ് ഗുരുദേവൻ ഈ ലോകത്ത് ജീവിച്ചത്? പറയാണ്, ഉന്നിദ്രഭക്തജനമാനസരാജഹംസം. അവിടുന്ന് ആരായിരുന്നു? അവിടുന്ന് ഒരു രാജഹംസമായിരുന്നു എന്നാണ്. എന്താ ഈ രാജഹംസം വെച്ചാൽ? നമ്മളിപ്പോൾ ഹംസത്തെ കാണാൻ പറ്റും, അരയന്നത്തെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നൊരു അരയന്നുണ്ട്.
അതെന്താ ഈ രാജഹംസം? ആ ശാസ്ത്രത്തിൽ പറയുന്ന അരയന്നത്തിനൊരു ചില വിശേഷ സിദ്ധികളുണ്ട്. അവർ വസിക്കുന്നത് മാനസ സരസ്സിലാണ് എന്നാണ്. ഇപ്പം നിങ്ങൾ പലപ്പോഴും പിന്നെ എന്നെ കൈലാസത്തിലൊക്കെ പോയിട്ടുള്ളവരുണ്ടാവും. കൈലാസത്തിലൊക്കെ പോകുന്നവരെ അല്ലേ മാനസ സരസ് കണ്ടിട്ടുണ്ടല്ലേ? പക്ഷേ ഇപ്പം പോയി നോക്കി അവിടെ വലിയ ഹംസങ്ങളൊന്നും കാണാൻ പറ്റില്ല. കലി തുടങ്ങിയതോടുകൂടി ഹംസങ്ങൾ അപ്രത്യക്ഷമായി എന്നാണ്. ഇനി കലികാലം കഴിഞ്ഞിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. ആദ്യം അപ്രത്യക്ഷമാവുന്നത് മാനസത്തിലുള്ള രാജഹംസങ്ങളാണെന്നാണ്. അപ്പോൾ ഈ ഗുരുദേവൻ ആരായിരുന്നു? അദ്ദേഹം ഒരു രാജഹംസമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മെജസ്റ്റിക്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഹംസം അല്ലെ, അരയന്നം, റോയൽ സ്വാൻ എന്ന് പറയുന്നത് അല്ലെ, രാജഹംസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മൈസൂർ സൂലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ചാടോ കാണാൻ നല്ല ഭംഗി, ഒരു തലയെടുപ്പൊക്കെയുള്ള അതിമനോഹരമായ ഒരു പക്ഷിയാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഹംസം കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് പറക്കാനൊന്നും പറ്റില്ല, ഇതിനധികമൊന്നും പറക്കാൻ പറ്റില്ല. മറ്റേത് അങ്ങനെയല്ല. എത്രയോ അല്ലേ, അന്നം പറന്നു കാക്കൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതായത് ഹംസങ്ങൾക്ക് കടലുകൾ താണ്ടാൻ പറ്റുമായിരുന്നു അത്രയും പറക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നു. ദിവ്യങ്ങളായ പല ശക്തി. നീരക്ഷീരപ്രഭേദേതു ഹംസോ ഹംസ ബകോബക എന്നാണ് അല്ലേ. എന്താണ് അന്നങ്ങളുടെ പ്രത്യേകത? അരയന്നത്തിന് മുമ്പിൽ വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് പാല് മാത്രം എടുക്കാനുള്ള കഴിവ് അന്നങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ എന്താർത്ഥം? ഈ ലോകം സത്യവും മിഥ്യയും ഇടകലർന്നതാണ്. ഈ കാണാകുന്ന പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എന്തുണ്ട്? സത്യവും ഉണ്ട്, അതിൻ്റെ മുകളിൽ മിഥ്യയും ഉണ്ട് അല്ലേ. സത്യവും മിഥ്യയും കൂടെ ഇടകലർന്നാണ് ലോകം. സത്യമില്ലെങ്കിൽ ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം നിലനിൽക്കുന്നതിൻ്റെ ആധാരം സത്യമാണ്. ആ സത്യത്തിൻ്റെ മുകളിലാണ് അസത്യങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എപ്രകാരമാണോ ഒരു ഹംസത്തിന് പാലുമാത്രം, സാരം മാത്രം സ്വീകരിക്കാൻ പറ്റുന്നത്, അതുമാതിരി മഹാത്മാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ കാണുന്നത് അതുപോലെ തന്നെ അവർ കാണുമ്പോഴും ആ കാണുന്ന സമയത്ത് തന്നെ സത്യമിഥ്യാത്വങ്ങളെ വേർതിരിക്കാനുള്ള കഴിവ്, അതിനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നു എന്നാണ്. അതാണ് അവരും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആരായിരുന്നു ഗുരുദേവൻ? ഗുരുദേവനൊരു രാജഹംസമായിരുന്നു. എന്നുവെച്ചാലോ, ഈ പ്രപഞ്ചം മിഥ്യായുക്തമായ പ്രപഞ്ചത്തെ കാണുന്ന സമയത്തും ആ മിഥ്യായുക്തമായ പ്രപഞ്ചത്തിൻ്റെ ആധാരമായിരിക്കുന്ന സത്യത്തെ, ഈശ്വരനെ, പരമാത്മാവിനെ അറിയുവാനുള്ള കഴിവോടുകൂടിയവനായിരുന്നു അവിടുന്ന് അല്ലേ. രാജഹംസമായിരുന്നു. ഹംസോ അല്ലേ, അഹംസഹ. ഹംസഹ ചില അഹംസഹ, ഞാൻ അതുതന്നെയാകുന്നു. ഹംസഹ ചെന്നർത്ഥം അഹം സഹ, ഞാൻ തന്നെയാകുന്നു അത്. ഞാനെന്ന് പറഞ്ഞ് ശരീര മനോബുദ്ധികളല്ല, ഞാൻ സച്ചിദാനന്ദരൂപനായ പരമാത്മാവ് ആകുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തോടു കൂടിയതിനെയാണ് ഹംസഹ, അഹം സഹ അല്ലേ. ആ അഹം, ഞാൻ അതുതന്നെയാകുന്നു എന്ന ബോധത്തോടു കൂടിയവനായ രാജഹംസം അവിടുന്ന് എവിടെയാണ് വിഹരിച്ചിരുന്നത്? മാനസത്തിൽ അല്ലേ. എപ്രകാരമാണോ രാജഹംസങ്ങൾ മാനസ സരസിൽ വിഹരിക്കുന്നത്, അതുമാതിരി ഈ ഹംസവും എവിടെയാണ് വിഹരിച്ചിരുന്നത്? മാനസത്തിലാണ്. ഏത് മാനസത്തിലെ? കൈലാസത്തിലെ തണുത്ത് വിടുന്ന അല്ല. അവിടുന്ന് എവിടെ വിഹരിച്ചിരുന്നത്? ഉന്നിദ്രഭക്തജനമാനസ രാജഹംസം. നോക്കൂ, അവിടുന്ന് ഭക്തന്മാരുടെ മാനസത്തിലാണ് വിഹരിച്ചിരുന്നതല്ല, ഇപ്പോഴും വിഹരിക്കുന്നത് അല്ലേ. എങ്ങനെയുള്ള ഭക്തന്മാർ? ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞ് ഒരു നെയിം പ്ലേറ്റൊക്കെ ഭക്ത, അതല്ല. ഉന്നിദ്രം ചില നിദ്രയിൽ നിന്നുണർന്ന് എഴുന്നേറ്റ അല്ലേ, ഉറക്കം വിട്ടവരായ എന്നുവെച്ചാലോ, അപ്പം ഞങ്ങളൊക്കെ ഉറക്കം വിട്ടിരിക്കുകയാണല്ലോ. നമ്മളുടെ ഉറക്കം നമ്മുടെ ഉണർവ് അല്ലേ. ഒരു ഭക്തൻ്റെ ഉറക്കം, ഭക്തൻ്റെ ഉണർവ്. എന്താ ഭക്തൻ്റെ ഉണർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിലേക്കുള്ള ഉണർവ് അല്ലേ. എന്താണ് ഗുരുവിൽ നിന്നും കേൾക്കുന്ന ഉപദേശം എന്താണെന്ന് മനസ്സിലായി ആ ഗുരു പറയുന്നതായ തത്വത്തിലേക്ക് ഉണർന്നവർ, അവരെയാണ് ഉന്നിദ്രം എന്ന് പറയുന്നത്. അത് ഉണർന്നവർ
എന്തിലേക്ക്? സത്യത്തിലേക്ക്. ഗുരു പറയുന്നത് വെറുമൊരു തമാശയല്ല, അല്ലെങ്കിൽ വേറെ കുറേ എന്തൊക്കെയോ പ്രസംഗിച്ചു പോണ വേദാന്തമല്ല, മറിച്ച് അത് സത്യമാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്നവർ. അതാണ് ഉന്നിദ്ര. അങ്ങനെ ഉണർന്നിരിക്കുന്നവരായിരിക്കുന്ന ഭക്തജനങ്ങൾ, ആ ഭക്തജനങ്ങളുടെ മാനസമാകുന്ന ആ മാനസ സരസിലാണ് എന്ത് ചെയ്യുന്നത്? ശ്രീ ഗുരുദേവൻ വിഹരിക്കുന്നത്, ഇപ്പോഴും വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാക്കൾ ഒരിക്കലും മരിക്കുന്നില്ല. അപ്പോൾ എന്താണ് സമാധി എന്ന് വെച്ചാൽ? സമാധി എന്ന് വെച്ചാൽ മരണമല്ല. പിന്നെയോ ഒരു ദേശകാലങ്ങളെ കൊണ്ട് നിയമിതമായിരുന്നു. അതായത് ഇപ്പോൾ ഗുരുദേവൻ്റെ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്തേ ഇരിക്കാൻ പറ്റുള്ളൂ, മറ്റേ സ്ഥലത്ത് പോകാൻ പറ്റില്ല. പക്ഷേ ആ ദേശകാല വിഷയങ്ങൾക്ക് അതീതമായി എല്ലായിടത്തും ഒരേ സമയത്ത് നിറഞ്ഞിരിക്കുവാനുള്ള കഴിവാണ് സമാധി. അപ്പോൾ ഗുരുദേവൻ സമാധിയായി ചെന്നർത്ഥം അവിടെ നിന്ന് എല്ലായ്പ്പോഴും ദേശത്തിനും കാലത്തിനും അതീതമായിട്ട് എല്ലായ്പ്പോഴും അവിടുത്തെ സ്മരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ആ ആത്മസ്വരൂപിയായി വാണുകൊണ്ടിരിക്കുന്നവനാണ് ആര്? ഗുരുദേവൻ. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപിയായിരിക്കുന്ന ശ്രീ ഗുരുദേവനെ ചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. ആയാമരമ്യഭുജദണ്ഡഗഭീരരൂപം മായാന്ധകാരവിനിവാരണഭദ്രദീപം മുദ്രാദരിദ്രകരുണാവരുണാധിവാസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഹൃദി ഭാവയാമി, ഞാൻ ഹൃദയത്തിൽ ഭാവിക്കുന്നു, ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. ആരേ? ഗുരുവരം, അല്ലേ? ഗുരുവരൻ, ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ചിന്മയം ശ്രീ ചിന്മയ ഗുരുദേവനെ, ചിന്മയ ഗുരുവരനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ളവനായിരുന്നു ഗുരുദേവൻ? അപ്പം വീണ്ടും രൂപവും തത്വവും, രൂപത്തെയും തത്വത്തെയും മാറ്റി 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 ഇടകലർത്തി, അല്ലേ? വൈഡൂര്യവും മുത്തുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന അതിമനോഹരമായിരിക്കുന്ന മാല പോലെ. എങ്ങനെയാണ് ഗുരുദേവൻ? ആദ്യം ഗുരുദേവൻ്റെ സ്വരൂപം, പിന്നെ ആ സ്വരൂപത്തിലൂടെ എന്ത് തത്വത്തെയാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്? ആ തത്വം. ഇത് രണ്ടും മാറ്റി മാറ്റി നമുക്കൊക്കെ മനസ്സിലാകാവുന്ന വിധത്തിലാണ് ഈ കൃതി രചിക്കുന്നത്. പറയാണ് എങ്ങനെയാണ് ഗുരുദേവൻ്റെ രൂപം? ഗഭീര രൂപം, അല്ലേ? ഗഭീരം എന്നർത്ഥം ഗതഃ ഭീഹി യസ്മാത്. ഗഭീരം ചെന്നാൽ മലയാളത്തിൽ നമ്മളൊരു ഗംഭീരം, അല്ലേ? ഗംഭീരമായിട്ടുള്ള സ്വരൂപമാണ്, വളരെ നീണ്ടു നിവർന്ന്, അല്ലേ? വളരെ കാണുമ്പോൾ തന്നെ വലിയ ആകർഷകമായിരിക്കുന്ന, വലിയ ആജ്ഞാശക്തിയോടുകൂടിയതായ രൂപം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ പറയുക? പറഞ്ഞു അല്ലേ? ഗഭീരം ചൽ ഭീ ഇല്ലാത്തത്, ഭയമില്ലാത്തത്, അല്ലേ? നീണ്ടു നിവർന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നീണ്ടു നിവർന്ന് നിൽക്കാൻ പറ്റുന്നത്? ഒന്നിനെയും പേടിയില്ലാത്തതുകൊണ്ട്. എന്നുവെച്ചാലോ എന്താ ഒന്നിനെയും പേടി? നമുക്കും ഇല്ല ഒന്നിനെയും പേടി, അല്ലേ? അങ്ങനെയല്ല. എന്താ ഗഭീരം ചാല്? എന്തുകൊണ്ടാണ് നമുക്ക് പേടി ഉണ്ടാവുന്നത്, അല്ലേ? പേടി എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഉണ്ട് പേടി. എന്തുകൊണ്ടാണ് പേടി ഉണ്ടാവുന്നത്? പേടി ഉണ്ടാവുന്നത് നശിക്കും എന്നുള്ള വിചാരം കൊണ്ടാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തിനെ പേടിയുണ്ടെങ്കിലും, പേടി മരണത്തെ പേടിയാണ്, നായയെ പേടിയാണ്, ഓരോരുത്തർക്കും ഓരോന്നിനെയാണ് പേടി, അല്ലേ? എന്തുകൊണ്ടാണ് പേടി ഉണ്ടാവുന്നത്? പേടി ഉണ്ടാവുന്നതിന്, ഭയമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം നശിക്കും എന്ന വിചാരമാണ്, അല്ലേ? അയ്യോ മരണം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻ്റെ ശരീരം നശിക്കുമല്ലോ എന്ന് പേടിയാണ്. അല്ലെങ്കിൽ എൻ്റെ മാനം പോവുമല്ലോ എന്ന് പേടിയാണ്, എൻ്റെ ധനം പോവുമല്ലോ എന്ന് പേടിയാണ്, അല്ലേ? അതിനെ നമുക്ക് പേടി ഉണ്ടാവുന്നത് നശിക്കുമെന്നുള്ള ആ വിചാരം കൊണ്ടാണ് പേടി. അപ്പോൾ നശിക്കും എന്നുള്ള വിചാരം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
നശിക്കുന്ന വസ്തുക്കളിൽ താതാത്മ്യമുള്ളതുകൊണ്ടാണ്. അല്ലേ? നമുക്കൊക്കെ പേടിയുണ്ടാവുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കാൻ പോകുന്ന ശരീരമനോബുദ്ധികളിൽ, അതാണ് ഞാൻ എന്നുള്ള വിചാരം കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള പേടി കൊണ്ടാണ്, ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഉപനിഷത്ത് നമ്മളോട് പറയുന്നത് എന്താ? ഉപനിഷത്ത് നമുക്ക് നൽകുന്നതായ സന്ദേശം അത്ര മാത്രമാണ്, അഭീഹി അഭീഹി, ഒരിക്കലും ഭയപ്പെടരുത് എന്നാണ്. ഉപനിഷത്തിൻ്റെ ആധാരം എന്താ? അല്ലെങ്കിൽ ഒരാൾ പറയും, സ്വാമിജി പറയൂ, ഒറ്റ വാക്കിൽ പറയൂ, എന്താ ഉപനിഷത്ത് നമ്മളോട് പറയുന്നത്? അഭീഹി അഭീഹി, അല്ലേ? ഒരിക്കലും ഭയപ്പെടരുത്. ഉപനിഷത്തുകൾ ഭയം വിറ്റ് അല്ലെ കാശാക്കുന്ന മതമല്ല. പല മതങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മതങ്ങളുടെയും അടിസ്ഥാനം എന്തു ചെയ്യാണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയത്തെ, പേടിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പല മതങ്ങളും വളർന്നത്, വലുതായത്, ഇന്നും നിലനിൽക്കുന്നത്. അല്ലേ? എല്ലാ മതങ്ങളും എങ്ങനെയാണ് നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മരണാനന്തര ജീവിതത്തിലാണ്. പല മതങ്ങളും നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് ആധുനിക മതങ്ങളെന്ന് പറയുന്ന മതങ്ങൾ നിലനിൽക്കുന്നത് മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യർക്ക് അറിയില്ല. നമുക്കാർക്കെങ്കിലും അറിയോ? നമുക്കറിയില്ല. സത്യത്തിൽ ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത്, അല്ലേ, മരിച്ച് ഞങ്ങൾക്ക് പൈസ തന്നില്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവും എന്ന് പേടിപ്പിക്കുകയാണ്. സത്യത്തിൽ ആലോചിക്കുക, ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറയല്ല. സത്യത്തിൽ എന്താണ് മരണം, മരണശേഷം എന്ത് സംഭവിക്കും എന്നതിനെ ചൂഷണം ചെയ്തിട്ടാണ്. നീ ഈ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ, നീ ഈ ദേവനെ ആരാധിച്ചില്ലെങ്കിൽ, നീ ഈ പള്ളിക്ക് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പൈസ തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരണശേഷം നീ നിത്യനരകത്തിൽ പതിക്കും. ചെന്നാലോ തന്നാലോ, എന്ത് പാപം ചെയ്തൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അതൊക്കെ രക്ഷിച്ചിട്ട് നിത്യമായ സ്വർഗത്തെ കൊണ്ടുപോകും. ഈ സ്വർഗവും നരകവും സത്യത്തിൽ നമുക്കറിയാത്ത കാര്യമാണ്. ഈ അറിയാത്ത കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വ്യവസ്ഥാപിത മതങ്ങളൊക്കെ നിലനിൽക്കുന്നത്. വേദാന്തം ഒഴിച്ച്. വേദാന്തം ഒരിക്കലും എന്തിൻ്റെ മതമല്ല? ഭീതിയുടെ മതമല്ല. വേദാന്തത്തിൻ്റെ ആധാര സത്ത എന്താ? അഭീഹി എന്നാണ്. ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. നോക്കൂ, അപ്പോഴാണോ മറ്റ് മതങ്ങളുടെ ആധാരം എന്താണ്? ഫിയർ ഓഫ് ഗോഡാണ്, ഈശ്വരനെക്കുറിച്ചുള്ള പേടി. അല്ലേ? പല മതങ്ങളും വായിക്കൂ, മതങ്ങളുടെ അടിസ്ഥാനം ഫിയർ ഓഫ് ഗോഡാണ്, ഈശ്വരനെ പേടിക്കണം. നമ്മുടെ അടിസ്ഥാനം ഈശ്വരൻ്റെ പേടിയല്ല, ഈശ്വരനോടുള്ള പ്രേമമാണ്. ഈശ്വര പ്രേമവും ഈശ്വരനോടുള്ള പേടിയും രണ്ടാണ്. നോക്കൂ, നമ്മളൊരാളെ പ്രേമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ആളോട് നമുക്ക് ബഹുമാനം ഉണ്ടാവും, അത് വേറെ. നമ്മൾ സ്നേഹിക്കുന്ന ആളോട് പേടി ഉണ്ടാവില്ല. പേടി എന്ന് പറയുന്നതാണ് എന്നെ നശിപ്പിക്കുമല്ലോ എന്ന ചിന്തയാണ്. അദ്വൈത വേദാന്തത്തിൻ്റെ ആധാരം പേടിയല്ല, പ്രേമമാണ്. അല്ലേ? പറയാണ് അഭീഹി. എന്തുകൊണ്ടാണ് പേടിക്കരുതെന്ന് പറയാൻ കാരണം? ഒന്നിനെയും പേടിക്കരുത്. എന്തുകൊണ്ട്? അമൃതത്വസ്യ പുത്രാഹ, നിങ്ങളൊക്കെ ജനിച്ചു മരിക്കുന്ന പാപികളല്ല. ഒരിടത്തും വേദാന്തം പാപികളെക്കുറിച്ച് പറയുന്നില്ല. എന്താ പറയുന്നത്? നിങ്ങൾ അമൃതത്വസ്യ പുത്രാഹ, നിങ്ങൾ ഓരോരുത്തരും അമൃതത്വത്തിൻ്റെ പുത്രന്മാരാണ്, അമൃതസ്വരൂപികളാണ്. നമുക്ക് മരണമില്ല, പിന്നെ എന്തിനാ മരണത്തെക്കുറിച്ച് പേടിക്കുന്നത്? അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പേടിക്കുന്നത് എന്തിനാ? മരണമുള്ളതുകൊണ്ടല്ലേ. നമ്മൾ മരിക്കുന്നവരല്ല. മരിക്കുന്നത് എന്താ? ഉണ്ടായതാണ് ശരീരം. അത് കുറച്ച് കാലം ഉണ്ടായി, കുറച്ച് കാലം നിങ്ങൾ ഒറിജിനൽ ഉണ്ടാവും, അല്ലേ? ഉണ്ടായതില്ലാതാകും. ഉണ്ടായി നിലനിന്ന് നിൽക്കുന്ന ശരീരമല്ല നമ്മൾ. അഭീഹി അഭീഹി അമൃതത്വസ്യ പുത്രാഹ, നമ്മൾ അമൃതസ്വരൂപികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. ഗംഭീരരൂപം, അല്ലേ? ഗതം ഭീഹി, അല്ലേ? എല്ലാ ഭയവും അകന്നതായിരിക്കുന്ന രൂപം. പറയാണ് ഉപനിഷത്ത്, എന്തുകൊണ്ടാണ് ഭയമുണ്ടാകുന്നത്?
പറയണു ദ്വിതീയാദ്വൈ ഭയം ഭവതി. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭയമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്നും നീയെന്നും തോന്നിയാൽ എന്തുണ്ടാവും? ഭയമുണ്ടാവും. എത്രത്തോളം ഈ രണ്ടെന്ന ഭാവം കുറയുന്നുവോ, അല്ലേ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബതമിണ്ടാവതല്ല മമ. എല്ലാ ഇണ്ടലുകൾക്കും, എല്ലാ പേടിക്കും, എല്ലാ ദുഃഖത്തിനും, എല്ലാ പരിഭ്രാന്തികൾക്കും കാരണം എന്താണ്? രണ്ടുണ്ട് എന്നുള്ള ഭാവം. ഞാനുമുണ്ട് നിങ്ങളുമുണ്ട് എന്ന് തോന്നിയാൽ ഭയമുണ്ടാവും. ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? എവിടുന്നാ കുത്തുവരിക എന്ന് ആർക്കറിയും? പറയാണ് ദ്വിതീയാദ്വൈ ഭയം ഭവതി. ഞാനെന്നും നിങ്ങളെന്നും എത്ര കാലം തോന്നുന്നു, ഭാര്യയെന്നും ഭർത്താവെന്നും അച്ഛനെന്നും മകനെന്നും, അല്ലേ? ഇങ്ങനെ ഈ ലോകത്ത് എന്തെല്ലാം വിധത്തിലുള്ള രണ്ടെന്ന ഭാവമുണ്ടോ, എന്ത് പറ്റും? അതുകൊണ്ട് ഭയമുണ്ടാകും. അപ്പോൾ ഭയമില്ലാതിരിക്കാൻ എന്താ വഴി? പറയാണ് അഭയം വൈ ബ്രഹ്മ. എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിലും തുടിക്കുന്നത്. അല്ലാതെ പല ആത്മാക്കളില്ല. എങ്ങനെയാണോ ഒരേ സൂര്യൻ തന്നെ 1000 കുടങ്ങളിലെ ജലത്തിൽ പല 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 നിറത്തിൽ പല 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 രൂപത്തിൽ പ്രകാശിക്കുന്നത്. നമ്മൾ ഒരു 100 ബക്കറ്റ് വയ്ക്കുക. ഒന്നിൽ പച്ച നിറത്തിലുള്ള വെള്ളം വയ്ക്കുക, ഒന്നിൽ നീല നിറത്തിലുള്ള വെള്ളം വയ്ക്കുക, ഒന്നിൽ ചുവന്ന നിറത്തിലുള്ള വെള്ളം വയ്ക്കുക. അങ്ങനെ 100 ബക്കറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ 100 എണ്ണത്തിലും സൂര്യൻ പ്രതിഫലിക്കും. ഈ പ്രതിഫലനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലത് പച്ചയായിട്ടും ചിലത് നീലയായിട്ടും ചിലത് മഞ്ഞയായിട്ടും എന്നൊക്കെ തോന്നും. പക്ഷേ സത്യത്തിൽ അവിടെ 100 സൂര്യന്മാരുണ്ടോ? ഇല്ല, ഒരൊറ്റ സൂര്യനാണ്. ഈ കാണാകുന്ന അനന്തകോടികളായിരിക്കുന്ന ഈ ശരീരങ്ങളൊക്കെ ഓരോരോ ബക്കറ്റുകളാണ്. അതിൽ ഉള്ള ജലം എന്താ? അത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിൽ, ഈ അന്ധഃകരണത്തിൽ പ്രതിബിംബിക്കുന്ന ബോധം അതൊന്നാണ്. ആ ഒരേ സൂര്യനാണ് പല പല ബക്കറ്റുകളിൽ പ്രതിബിംബിക്കുന്നത്. അതുപോലെ ഈ കാണാകുന്ന അനന്തകോടികളായിരിക്കുന്ന ജീവന്മാരിലെല്ലാം പ്രതിബിംബിക്കുന്ന തത്വം അത് ഒന്ന് തന്നെയാണ്. ഈ ബോധമാണ് അദ്വൈതം. അല്ലാതെ അദ്വൈതം എന്ന് പറയുന്ന വേറൊരു ഇതല്ല. എല്ലാം ഒന്നു തന്നെ. എല്ലാം ഒന്നു തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനും മകനും ചേട്ടനും ഒക്കെ ഒരേപോലെ, അങ്ങനെയല്ല. വ്യാവഹാരികമായ തലത്തിൽ എല്ലാ ഭേദങ്ങളും ഉണ്ടായിരിക്കെ ഒരു ബക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അത് പച്ചയായിട്ടും വേറൊന്നിലെ നീലയായിട്ടും വേറൊന്നിലെ മഞ്ഞയായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കെ തത്വത്തിൽ അത് മുഴുവൻ ഒന്നു തന്നെയാണെന്നുള്ള അറിവാണ് അദ്വൈതം. ഈ അറിവ് നൽകുന്നതായ ബലമാണ് ജീവിതം, അല്ലേ? ഒരു അദ്വൈതിയുടെ ബലം അതെന്താണ്? അതാണ് ഇവിടെ പറഞ്ഞത്, ഗംഭീരരൂപം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് ഭിന്നനാണ് എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെന്താ? ഇയാൾ എങ്ങനെയാണ് എനിക്ക് പാറ വയ്ക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ഇയാൾക്ക് പാറ വയ്ക്കേണ്ടത് എന്നുള്ള വിചാരം. പക്ഷേ എന്നിലെ അതേ ആത്മാവാണ് ഈ നിൽക്കുന്നതെന്നറിയുമ്പോൾ പിന്നെന്താണ്? ഗഭീഹി, ഒരു പേടിയുണ്ടാവില്ല, ഒരു വിധത്തിലുള്ള ഭിന്നഭാവങ്ങളുമില്ല. വ്യാവഹാരിക തലത്തിലല്ല. വ്യാവഹാരിക തലത്തിൽ അച്ഛനും മുത്തച്ഛനും അനിയനും ഒക്കെയാണ്. പക്ഷേ അച്ഛനായും മുത്തച്ഛനായും അനിയനായും ഒക്കെ ഇരിക്കുന്നത് ഒരേ ആത്മാവാണെന്ന ബോധമുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉറപ്പ്, ധൈര്യം, അതാണ് ഗംഭീരരൂപം. അതാണ് മഹാത്മാക്കളുടെ രൂപം. എങ്ങനെയാണത്? പറയാണ് ആയാമരമ്യ ഭുജദണ്ഡ ഗംഭീരരൂപം. ഗുരുദേവൻ്റെ ഫീച്ചേഴ്സ്, അല്ലേ? ആ രൂപത്തിൽ ഏറ്റവും വളരെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് അവിടുത്തെ നീണ്ട കൈകൾ, അല്ലേ? ആജാനുഭുജ, അല്ലേ? എന്നാണ്ട് പറയും മഹാത്മാക്കളുടെ ഒരു ലക്ഷണമാണ് അത്ര. നിന്ന് കഴിഞ്ഞാൽ അവരുടെ കൈകൾ കാൽമുട്ട് വരെ എത്തുന്നതായ നീണ്ട കൈകൾ. അപ്പോൾ ആയാമം
വളരെ മനോഹരമാണ്. അതോ പണ്ട് കാലത്തൊക്കെ നല്ല ബാഡ്മിൻ്റനും അതും ഇതുമൊക്കെ കളിച്ച് നല്ല ടെന്നീസും ഒക്കെ കളിച്ച് നല്ല ഉറച്ച അല്ലേ നീണ്ട വ്യായാമം കൊണ്ട് രമ്യങ്ങളായിരിക്കുന്ന നീണ്ട മനോഹരങ്ങളായ കൈകളോടുകൂടിയ ഗംഭീരരൂപം. എന്താണ് ഈ ആയാമരമ്യ ഭുജം ചാൽ ഉദ്ദേശിക്കുന്നത്? മനോഹരമായ കൈകൾ എന്ന് മാത്രമാണോ? അല്ല, എല്ലാവരെയും ആശ്ലേഷിക്കുന്ന കൈകൾ. ഒരു മഹാത്മാവിൻ്റെ കൈകൾ നല്ല ആളുകളെ മാത്രം ആശ്ലേഷിക്കാനല്ല. അയാൾ നമ്മുടെ കണ്ണിൽ നല്ലവനാകട്ടെ, ചീത്തയാകട്ടെ, പതിതനാകട്ടെ, ഉന്നതനാകട്ടെ, അല്ലേ, ആ ഔന്നത്യത്തെയും പതിതത്വത്തെയും നന്മയെയും തിന്മയെയും ഒക്കെ വിട്ട് അവനിലുള്ള ആത്മാവിനെ കണ്ട് അവരെ എല്ലാവരെയും ആശ്ലേഷിക്കുവാനുള്ള കഴിവാണെന്ത്? മഹാത്മാക്കളുടെ മുഖമുദ്ര. നമ്മളൊരാളെ കാണുമ്പോൾ അയാളുടെ പൈസ എന്താണ്, അയാൾക്ക് ജാതി എന്താണ്, അയാളുടെ ഗോത്രം എന്താണ്, അയാളുടെ സ്റ്റാറ്റസ്, അല്ലേ, അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് നമ്മളറിയാതെ തന്നെ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ച് ഒരുപാട് ഫിൽറ്ററുകൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വ്യക്തിയെയും നോക്കുന്നത്. അങ്ങനെയല്ലേ? എന്നാലോചിച്ച് നോക്കൂ. നമ്മളൊരാളെ ആ ആളായിട്ടല്ല കാണുന്നത്. ഒരാളെ കണ്ട ഉടനെ അല്ലേ നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തുക. പലപ്പോഴും തെറ്റായിരിക്കും നമ്മുടെ വിലയിരുത്തുക. വെച്ചാൽ നമ്മുടെ ഫിൽറ്ററൊക്കെ എല്ലാം കറ പിടിച്ച ഫിൽറ്ററുകളാണ്. പക്ഷേ അങ്ങനെ കറ പിടിച്ച ഫിൽറ്ററുകളിലൂടെ അരിച്ചെടുക്കുന്ന രൂപങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എത്തുന്നത്. നമുക്ക് തോന്നുന്നത് ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിചാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല ആൾ. വലിയ ആളാട്ടോ എന്ന് വിചാരിക്കുന്ന നമ്മളെ ചതിച്ചിട്ട് പോവുകയും ചെയ്യുക. എന്തുകൊണ്ട്? നമ്മുടെ ഫിൽറ്റേഴ്സ് വളരെ മോശമാണ്. പക്ഷേ മഹാത്മാക്കൾ ഒരിക്കലും ഫിൽറ്ററുകൾ ഇട്ടിട്ടല്ല ആരെയും കാണുന്നത്. അവരെ ആത്മാവായിട്ടാണ് കാണുന്നത്. ഇതാണ് അവരുടെ ദൃഷ്ടിയും നമ്മുടെ ദൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. പറയാണ് അതുകൊണ്ട് അവരുടെ കൈകൾ വളരെ നീളമുള്ളതാണ്. എന്നുവെച്ചാലോ എല്ലാവരെയും ആശ്ലേഷിക്കുവാനുള്ള ആ മനസ്സാന്നിധ്യത്തോടു കൂടിയ ആയാമരമ്യ ഭുജദണ്ഡഗഭീരരൂപം. പിന്നെ അവിടുന്ന് എങ്ങനെയാണ്? മായാന്ധകാരവിനിവാരണ ഭദ്രദീപം. അവിടുന്ന് ഒരു ഭദ്രദീപമായിരുന്നു. അവിടുന്ന് ഒരു കൊളുത്തിവെച്ച നിലവിളക്കായിരുന്നു, അല്ലേ? എല്ലാ ഭദ്രതയെയും എല്ലാ മംഗളങ്ങളെയും നൽകുന്നതായ ദീപമായിരുന്നു അവിടുന്ന്, അല്ലേ? എപ്രകാരമാണോ ഒരു ദീപം, നോക്കൂ, ഒരു മുറി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുക, കട്ട പിടിച്ച ഇരുട്ടാണ്. ഈ ഇരുട്ട് പോവാൻ എത്ര സമയം വേണം? ഒരു വിളക്ക് അവിടെ കത്തിച്ച് കഴിഞ്ഞാൽ പതുക്കെ 10,000 വർഷമായിട്ട് അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ ഒരു ഗുഹ 10,000 വർഷങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ വെളിച്ചം വന്നിട്ടില്ല. പക്ഷേ ആ ഗുഹയിൽ ഇരുട്ട് പോവാൻ എത്ര സമയം വേണം? അല്ലേ, 10,000 വർഷം കഴിയും. അങ്ങനെ പതുക്കെ അല്ല, ആ നിമിഷമില്ലാതാകുന്നത് പോലെ, അല്ലേ, മനുഷ്യ മനസ്സിലെ സകലവിധ അഴുക്കുകളെയും സകലവിധ അജ്ഞാനാന്ധകാരത്തെയും അറിവില്ലായ്മയാകുന്ന തെറ്റിദ്ധാരണയാകുന്ന അന്ധകാരത്തെ, അല്ലേ, ഒരു നിമിഷം കൊണ്ടില്ലാതാക്കാൻ കഴിയുന്ന ഭദ്രദീപമാണ് ആര്? ഗുരുദേവൻ. പറയാണ് മായ അന്ധകാര വിനിവാരണ ഭദ്രദീപ. വിനിവാരണം. നോക്കൂ, സാധാരണ ഒരു വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇരുട്ട് പോവും. അത് കഴിഞ്ഞ് വിളക്ക് കിട്ടാലോ ഇരുട്ട് വീണ്ടും വരും, ഇല്ലേ? പക്ഷേ ഗുരുദേവനാകുന്നതായ ഭദ്രദീപം എങ്ങനെയാണ്? ഒരിക്കലും കെടാത്തതാണ്. എന്നുവെച്ചാലോ ഒരിക്കലും ഒരു പ്രാവശ്യം പോയതായ അന്ധകാരം പിന്നെ വീണ്ടും വരില്ല. അതാണ് ഗുരുദേവനാകുന്ന ഭദ്രദീപത്തിൻ്റെ പ്രത്യേകത. അതെന്താ? എന്താണ് ഈ അന്ധകാരം? മായയാണ് അന്ധകാരം. മായ അന്ധകാര വിനിവാരണം. നിവാരണം. നിവാരണം ഇല്ലാണ്ടാക്കുക. നിവാരണം ചില വിശേഷമായിട്ട് ഇല്ലാണ്ടാക്കുക. എന്ന് വെച്ചാൽ അർത്ഥം ഇനി തിരിച്ചു വരാത്തവണ്ണം ഇല്ലാതാക്കുക. എന്തിനെ ഇല്ലാണ്ടാക്കുന്നത്? അന്ധകാരത്തെ. എന്താണ് അന്ധകാരത്തിന്? എന്തന്ധകാരമാണ്? മായ. എന്താ ഈ മായ? അല്ലേ, നമ്മുടെ വേദാന്തത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കുഴക്കുന്നൊരു സാധനമാണ് മായ. എന്താ മായ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. എന്ത് നിങ്ങൾ മായാവാദികളല്ലേ?
അല്ല, ഞങ്ങൾ മായാവാദികളല്ല, ബ്രഹ്മവാദികളാണ്. ആരെങ്കിലും പറയാണ്, ഓ വേദാന്തമാണോ കേൾക്കുന്നത്, നിങ്ങളൊക്കെ മായാവാദികളല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അല്ല, ഞങ്ങൾ ബ്രഹ്മവാദികളാണ്. ഈ വാദിക്കുക ചെന്നർത്ഥം അതിനെ സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ മായയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ വേദാന്തം പഠിക്കുന്നത്? അല്ല. എന്തിനെ സ്ഥാപിക്കാനാണ് പഠിക്കുന്നത്? ബ്രഹ്മത്തെ സ്ഥാപിക്കാനാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ കളിയാക്കി പറഞ്ഞാൽ തിരിച്ചു പറയണം, അല്ലേ? നമ്മളൊക്കെ കേട്ടുകൊണ്ട് പോരും, നമുക്ക് എന്താ മായാവാദി എന്താണെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മൾ മായാവാദികളല്ല. ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ, ഗുരുദേവൻ ഇവരൊന്നും മായാവാദികളല്ല. എന്താ മായാവാദി വെച്ചാൽ മായയാണ് സത്യം എന്ന് വാദിക്കുന്നവരെയാണ് മായാവാദി എന്ന് പറയാം. നമ്മൾ മായയാണ് സത്യം എന്നാണോ പറയുന്നത്? നമ്മളെന്താ പറയുന്നത്? ബ്രഹ്മമാണു സത്യം, അല്ലേ? ബ്രഹ്മമാണു സത്യം. ഓഹോ, ബ്രഹ്മമാണ് സത്യമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം കാണപ്പെടുന്നത്? നമ്മളെല്ലാവരും കാണുന്നില്ലേ, അല്ലേ? ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ട്, ലോകങ്ങളെ കാണുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്, പല വിഷയങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അതിനുള്ള ഉത്തരമാണ് മായ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അതിൻ്റെ കാരണം മായയാണ്. എന്താ ഈ മായ? പറയാണ്, എന്താണ് മായ? പറയാൻ പറ്റില്ല. സന്നാപി അസന്നാപി ഉഭയാത്മികാന്ന്. ഈ മായ സത്താണ് എന്ന് പറയാൻ പറ്റില്ല, ഉള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മായയിൽ നിന്ന് ഉണരുമ്പോൾ അത് പിന്നെ ഇല്ല. നമ്മൾ സത്യത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പിന്നെ എന്തില്ല? മായയില്ല. അപ്പോൾ ഉള്ളതാണെന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, നമ്മൾ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ നമ്മളിങ്ങനെ ഒന്നാന്തരം പാൽപ്പായസം ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കുക. എത്രയാ പാൽപ്പായസം കുടിച്ചതെന്ന് ഒരു കണക്കിൽ അങ്ങനെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അമ്മേ എണീക്കൂ നോക്കിയപ്പോൾ എന്താ ഭയങ്കര വിശപ്പ്. എന്തേ? ഹേയ്, എന്തിനാ അമ്മയ്ക്ക് വിശപ്പ്? ഇപ്പോൾ ഇത്ര നേരം പായസം കുടിക്കുകയായിരുന്നില്ലേ? ഉണ്ടോ? പക്ഷെ ഇന്നും ആലോചിച്ച് നോക്കൂ, പായസം കുടിക്കുന്നതായ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ പായസത്തെ ആസ്വദിച്ചില്ലേ? ആസ്വദിച്ചോ? ആ മധുരം ആസ്വദിച്ചോ? ഉവ്വ്. എന്ന് വെച്ച് പായസം കുടിച്ചോ? അപ്പം ആ ആസ്വദിച്ചത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ശരിയാണോ? അതാ പറഞ്ഞത്, സന്നാപി അസന്നാപി, സത്തുമല്ല അസത്തുമല്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്തുകൊണ്ട്? നമ്മൾ അനുഭവിച്ചതാണ്. എന്നാൽ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇതിനെയാണ് ഇത്രയേ ഉള്ളൂ മായ, അല്ലേ? സത്തെന്നും പറയാൻ പറ്റില്ല, അസത്തെന്നും പറയാൻ പറ്റില്ല. സന്നാപി അസന്നാപി ഉഭയാത്മികാന്ന്, ഭിന്നാപി അഭിന്നാപി ഉഭയാത്മികാന്ന്. ഇത് രണ്ടും കൂടിച്ചേർന്നാണെന്ന് പറയാമോ? സത്തും അസത്തും കൂടിച്ചേർന്ന. അങ്ങനെ പ്രകാശവും ഇരുട്ടും കൂടെ ഒരുമിച്ചിരിക്കില്ല. അതുപോലെ ഈ ആത്മാവിൽ നിന്ന് ഭിന്നമാണെന്ന് പറയാൻ പറ്റുമോ? മായ ആത്മാവിൽ നിന്ന് ഭിന്നമാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ആത്മാവിൽ നിന്ന് ഭിന്നമാണ് മായ എന്ന് പറഞ്ഞാൽ ദ്വൈതമാവും. ആത്മാവും ഉണ്ട്, മായയുണ്ട്, രണ്ടായില്ലേ? രണ്ടിന് നിലനിൽക്കാൻ പറ്റില്ല. ഓ അല്ല, അഭിന്നയാണെന്ന് പറയാൻ പറ്റുമോ? അതായത് ആത്മാവ് തന്നെയാണ് മായ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ അസ്തിത്വമില്ലാതായിപ്പോവും. സാങ്കാപി അസങ്കാപി ഉഭയാത്മികാന്ന്. ഇത് ആത്മാവോട് കൂടിച്ചേർന്നിരിക്കുന്നു എന്നും പറയാൻ പറ്റില്ല, വിട്ടിരിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാമി ഇപ്പം എന്താ പറയുന്നത്? മഹാത്ഭുത അനിർവചനീയ രൂപ. ഇതെന്താ സാധനം? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അനിർവചനീയമാണ്, ഇന്നതാണ് എന്ന് നിർവചിക്കാൻ പറ്റില്ല. നോക്കൂ, നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും സമാധി അവസ്ഥയിൽ ആർക്കും അനുഭവിക്കാൻ സാധിക്കാത്തതും, സ്വപ്നാവസ്ഥയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ജാഗ്രത അവസ്ഥയിൽ ഇല്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്? സ്വപ്നാനുഭവം എന്ന് പറഞ്ഞല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്വപ്നത്തിലാണ്. ഈ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ സമാധിയിലേക്ക് ഉണരുമ്പോൾ ഇതൊന്നുമില്ല. പക്ഷേ അത് ഉണർന്നാൽ മാത്രമേ അറിയുള്ളൂ. ഈ സ്വപ്നത്തിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലേ, ഈ ജാഗ്രത ആകുന്ന സ്വപ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇതറിയാൻ പറ്റില്ല. പക്ഷേ നമ്മളിത് അനുഭവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത്
ഉള്ളതല്ല. ഓ സ്വാമിജി, നോക്കൂ, നമ്മളൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നവരാ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെന്താ? ഇതൊരു അടപ്പാണ്, ഇതെന്താ? ഒരു ഗ്ലാസ്സാണ്, ഇതെന്താ? ഒരു തുണിയാണ്, ഇതെന്താ? ഒരു മേശയാണ് അല്ലേ? ഇനി നമ്മൾ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെന്താ സാധനം? സത്യത്തിൽ ഇത് മോളിക്യൂൾസാണ്, തന്മാത്രകളാണ്. എന്താ ഈ തന്മാത്രകളാകുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്, കാർബണിൻ്റെ തന്മാത്ര എന്നൊക്കെ പറയാം. പക്ഷേ അതിന് ഉള്ളിലേക്ക് പോയാൽ ആറ്റംസ് ആണെന്ന് പറയുന്നവർ അല്ലേ? ഇതും ആറ്റമാണ്, ഇതും ആറ്റമാണ്, ഇതും ആറ്റമാണ്, ഇതും ആറ്റമാണ്, എല്ലാം ആണ് അല്ലേ? ആണ്. ഈ ആറ്റം എന്നൊരു സാധനം ഉണ്ടോ? ഇല്ല. ആറ്റം എന്ന് പറയുന്നത് അല്ലേ, പ്രോട്ടോണും ന്യൂട്രോണും പിന്നെ എന്താണ് ഇലക്ട്രോണും പോസിട്രോണും ഒക്കെയാണ്. എന്താ ഈ പോസിട്രോണും ഇലക്ട്രോണും? അതൊക്കെ ശക്തിയാണ്. ആരെങ്കിലും ശക്തിയെ കാണുന്നുണ്ടോ? നമ്മളെന്തിനാണ് കാണുന്നത്? പദാർത്ഥത്തെയാണ് കാണുന്നത് അല്ലേ? വാട്ട് വി സീ ആൻഡ് എക്സ്പീരിയൻസ് ഈസ് മാറ്റർ. പക്ഷേ ഫിസിക്സ് ഇപ്പം എന്താ പറയുന്നത്? ഇതൊന്നും മാറ്റർ അല്ല, ഇതൊക്കെ സാന്ദ്രീകൃതമായ ഊർജമാണ് അല്ലേ? ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? ഇത് തന്നെയാണ് മായാവാദം. ഒന്നും കാണുന്ന പോലെയല്ല. വ്യാവഹാരികമായ തലത്തിൽ ഇതിനൊക്കെ സത്തയുണ്ട്. പക്ഷേ പാരമാർത്ഥികമായ തലത്തിൽ ബോധം മാത്രമേ ഉള്ളൂ. ഇതാണ് അറിവ്. അപ്പോൾ ഈ അറിവ് കൊണ്ട്, ചിദാനന്ദരൂപനായ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അറിവ് കൊണ്ട്, മായ അന്ധകാര വിനിവാരണ ഭദ്രദീപം, മായയാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഭദ്രദീപമാണ് ആര്? ഗുരുദേവൻ. ആയാമരമ്യഭുജദണ്ഡഗഭീരരൂപം മായാന്ധകാര വിനിവാരണ ഭദ്രദീപം. പിന്നെ പറയാണ്, മുദ്രാദരിദ്രകരുണാവരുണാധിവാസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ആരാണ് ഗുരുദേവൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുദേവനൊരു മഹാത്മാവാണ്. എന്താ ഈ മഹാത്മാവ് വെച്ചാൽ പറയാണ്, കരുണാവരുണാധിവാസം. കരുണയാകുന്ന വരുണൻ്റെ അധിവാസമാണ്. കരുണയാകുന്ന സമുദ്രം എവിടെയാണോ നിലനിൽക്കുന്നത്, ആരാണോ കരുണാസമുദ്രമായിരിക്കുന്നത്, ആരാ ഗുരുദേവൻ? കരുണയുടെ മഹാസാഗരമാണ്. എന്താണ് മഹാത്മാക്കളെ കരുണാസാഗരൻ എന്ന് പറയാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാരണം, അവർക്കിതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഗുരുദേവൻ ഗംഗയിൽ നിന്ന് ഉത്സാഹം ഉൾക്കൊണ്ടുകൊണ്ട്, ഗംഗാദേവി നൽകിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് വേദാന്തത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു. എന്നിട്ട് തപോവനസ്വാമികളോട് പോയിട്ട് അനുവാദം ചോദിച്ചു. സ്വാമി പറഞ്ഞു, വേണ്ട ചിന്മയ അല്ലേ, പോണ്ട. എന്താണ്? ഒന്നാമത് നീ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. ഇവർ നിന്നെ പിച്ചി ചീന്തി കളയും. അതുകൊണ്ട് ഇതിൽ ആർക്കെങ്കിലും ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെ തേടി വരും. അല്ലാതെ സാമാന്യ ജനങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ അവിടുത്തെ ഹൃദയം അത്രയും കരുണ കൊണ്ട് ആർദ്രമായിരുന്നു. അവിടുന്ന് വിചാരിച്ചത്, ഞാൻ ആയിരക്കണക്കിന് ആളുകളെ കാണുമ്പോൾ അവരെല്ലാവരും ആത്മീയമായിട്ടുള്ള ഉന്നത തലങ്ങളെയൊന്നും പ്രാപിച്ചില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ സർഗാത്മകമായ ഒരു പ്രകാശം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി അല്ലേ, എന്നെ കണ്ടതുകൊണ്ട്, എൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവുമെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കുന്നു. നമ്മൾ ഗുരുദേവനെ കണ്ടു, ഗുരുദേവൻ്റെ വാക്കുകൾ കേട്ടു എന്നും വെച്ച് നമ്മളെല്ലാവരും ഈശ്വര സാക്ഷാത്കാരം നേടിയോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഫോർ ഷുവർ അല്ലേ. ഗുരുദേവനെ കണ്ട്, ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി മാത്രമല്ല, ഈ ഗുരുദേവൻ്റെ ഈ മഹത്തായ ഈ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ മിഷൻ, ഗുരുദേവൻ്റെ ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം
തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് ഫോർ ഷുവറാണ്. എല്ലാവരും ആത്മസാക്ഷാത്കാരമൊന്നും നേടിയില്ലെങ്കിൽ തന്നെ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാൻ, കുറച്ചുകൂടെ സത്യത്തെ അറിയാൻ, കുറച്ചുകൂടെ ഈശ്വരനിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് അവരവരെ തന്നെ ആഹുതി ചെയ്തതുകൊണ്ടാണ്. അല്ലേ? ഗുരുദേവൻ്റെ യജ്ഞതയൊക്കെ കാണണം. അല്ലേ? ഇന്ന് ഇവിടുന്ന് ഒരു സ്ഥലത്തെത്തി, അന്ന് വൈകുന്നേരം അടുത്ത ജ്ഞാനയജ്ഞം തുടങ്ങിയായി. അല്ലേ? തമ്മിൽ പിന്നിൽ ഒരു മാറ്റമൊന്നുമില്ല. അതൊരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ജ്ഞാനയജ്ഞം മാത്രമല്ല, മീറ്റിങ്ങുകൾ, ആളുകളെ കാണൽ, ഒരു നിമിഷം പോലും അവിടുന്ന് അവർ അല്ലേ വിശ്രമിക്കുന്നില്ല. അവരുടെ വിശ്രമം പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് കരുണാവരുണാധിവാസം. ഇനി അവരുടെ ജീവിതം അവർ ആഹുതി ചെയ്തു. വേറൊരു കാര്യം എന്താണ്? അവരെ നിന്ദിച്ചവരോട് പോലും, അല്ലേ, അവർക്കെതിരായി പ്രവർത്തിച്ചവരോട് പോലും അവർക്കൊരിക്കലും ഒരു വിധത്തിലുള്ളതായ ദ്വേഷവും ഉണ്ടായിട്ടില്ല. ഗുരുദേവൻ്റെ മിഷൻ വിട്ട് എത്രയോ പേര് പോയി, അല്ലേ? എത്രയോ പേര് ഗുരുദേവനെതിരായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ അവരെ എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളെവിടെ പോയാലും നന്നായിരിക്കട്ടെ. മാത്രമല്ല, പണ്ടത്തൊക്കെ ആദ്യമൊക്കെ വിട്ടുപോയവർക്ക് വേണ്ടി ഗുരുദേവൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു എന്നാണ്. എന്തുകൊണ്ട? എവിടെ പോയാലും അവരെന്താ ചെയ്യുന്നത്? ഈ വേദാന്ത പ്രചരണം തന്നെ ചെയ്യുന്നു. നോക്കൂ, നമുക്ക് വേറെ ഇത് എന്ന് പറയാൻ എളുപ്പം. പക്ഷേ ഗുരുദേവൻ്റെ മനസ്സിൽ കരുണ എല്ലാവരോടും, തന്നെ നിന്ദിച്ചവരോടും, തന്നെ കുതികാൽ വെട്ടിയവരോടും, ചതിച്ചവരോടും ഒക്കെ ആഴത്തിലുള്ള ആ കരുണ. അല്ലേ? എന്തുകൊണ്ടാണ് ഒരാൾ കുറ്റം ചെയ്യുന്നത്? അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലേ? ആ സത്യത്തെ അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി മഹാത്മാക്കൾ എന്ത് ചെയ്യണു? നമ്മുടെ സമസ്ത പാപങ്ങളെയും അവർ സഹിക്കും. അല്ലേ? എപ്രകാരമാണോ ഭക്തകവി പറഞ്ഞ പോലെ, ഒരമ്മ അല്ലേ ആ അമ്മയുടെ മേത്ത് ഛർദ്ദിക്കുകയും അല്ലേ മലവിസർജനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടിയെ എടുത്ത് എഴുതുകയോ? ഇല്ല. അതുമാതിരി അല്ലേ ഭഗവാൻ, ഗുരുക്കന്മാർ നമ്മൾ ചെയ്യുന്ന സമസ്ത അപരാധങ്ങളെയും സഹിച്ചുകൊണ്ട്, പൊറുത്തുകൊണ്ട് നമ്മളെല്ലാവരെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് അവരുടെ മാഹാത്മ്യം. അതവിടെ പറയുന്നത് കരുണാവരുണാധിവാസം. ആരോടാണ് കരുണ? മുദ്രാദരിദ്ര. 5 പൈസയ്ക്ക് വകയില്ല. ഇവിടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസി നോട്ടുകളല്ല, അല്ലേ? വേദാന്തം ആർക്കാണ്? വേദാന്തം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മസൂത്രം പറയുന്ന ആദ്യത്തെ പദം അഥ എന്നാണ്. ബ്രഹ്മസൂത്രത്തിൽ 1ാമത്തെ സൂത്രം അതഃ ബ്രഹ്മജിജ്ഞാസ എന്നാണ് 1ാമത്തെ സൂത്രം. അതിൽ 1ാമത്തെ പദം അഥ എന്നാണ്. ഈ അഥ എന്ന് വെച്ചാൽ അർത്ഥം ആചാര്യസ്വാമികൾ പറയാണ്, അഥ എന്ന് വെച്ചാൽ അനന്തരം. അനന്തരം വെച്ചാൽ അതിന് ശേഷം. എന്തിനു ശേഷം? പറയാണ് സാധനാചതുഷ്ടയ സമ്പത്യനന്തരം വിവേകം വൈരാഗ്യം സമാധിഷട്ക സമ്പത്തി മുമുക്ഷുത്വം. ഇതൊക്കെ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. എന്നാ വന്നോളൂ. അല്ലേ? സമാധി, ശമം, ദമം, തിദിക്ഷ, അല്ലേ? ഇതൊക്കെ ഉണ്ടാവണം. പിന്നെയോ നമുക്ക് ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകണം, മനസ്സിനടക്കാനുള്ള കഴിവുണ്ടാകണം. പിന്നെ മോക്ഷോമേസ്യ. നമ്മളെ ആരെങ്കിലും വെള്ളത്തെ മുക്കി പിടിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ നമ്മൾ കുറച്ച് ശ്വാസത്തിന് വേണ്ടി പിടയുന്നത്, അതുപോലെ മോക്ഷത്തിന് വേണ്ടി ഉള്ള പിടച്ചിൽ ഉണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിലേ വേദാന്തത്തിലേക്ക് പ്രവേശിക്കേണ്ടു എന്നാണ്. സാധന ചതുഷ്ടയ സമ്പത്യനന്തരം ബ്രഹ്മജിജ്ഞാസാ കർത്തവ്യ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഗുരുദേവൻ്റെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് ശമമുണ്ടോ, തിദീക്ഷയുണ്ടോ, ശ്രദ്ധയുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നെങ്കിൽ അല്ലേ? അതാണ് മുദ്രാദരിദ്രം. ഇവിടെ ദാരിദ്ര്യം പൈസയെക്കുറിച്ചിട്ടല്ല പറയുന്നത്, ആധ്യാത്മികമായ ദാരിദ്ര്യം, ദൈവീക സമ്പത്തി. അല്ലേ? 16-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി. എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിലും
നമ്മളിലെല്ലാവരിലും ഗുരുദേവൻ തൻ്റെ അപാരമായ കരുണ മൂലം നമുക്ക് അത് പഠിക്കാനോ കേൾക്കാനോ ഒന്നുമുള്ള അധികാരിത്വം ഇല്ലാതിരുന്നിട്ട് കൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാവുന്നതായ ഉദാഹരണങ്ങളും ഫലിതങ്ങളും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു, നമ്മുടെ ഉള്ളിലേക്ക് ജ്ഞാനപ്രകാശത്തെ എത്തിക്കാൻ അവിടുന്ന് പരിശ്രമിച്ചു, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലേ? അവിടുന്ന് ഒരു മാംസമയമായ ശരീരത്തെ ഉപേക്ഷിച്ചു. കേട്ടോ, ഈ ചിന്മയ സംസ്ഥാനമാകുന്ന ചിന്മയാമിഷനാകുന്ന ഈ ശരീരത്തിലൂടെ അവിടുന്ന് ഇപ്പോഴും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ വേദാന്തത്തിൻ്റെ പരിമളം പകർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ആരെങ്കിലും പറയാം നിങ്ങളുടെ ഗുരു മരിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഒരിക്കലും മരിച്ചിട്ടില്ല. അത് ഒരിക്കലും മരിക്കില്ല. എന്തുകൊണ്ട്? മരിക്കുന്നത് ജനിച്ചവരാണ്. ഗുരുക്കന്മാർ അവർ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അവർ സദാ ആത്മരൂപിയായി അല്ലേ നമ്മളെല്ലാവരെയും നയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് പറഞ്ഞത്, മുദ്രാദരിദ്ര കരുണാവരുണാധിവാസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ധാവള്യമഞ്ജുമൃദുസ്മിതകാന്തിപൂരം വിസ്മാരിതാഖിലപദാനതദുഃഖഭാരം താമ്രശോഭനപരിച്ഛദസംവൃതാംഗം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ആരായിരുന്നു ഗുരുദേവൻ? പറയാണ് കാന്തിപൂരം. അവിടുന്ന് ഒരു പ്രകാശപുഞ്ചമായിരുന്നു, ഒരു പ്രകാശത്തിൻ്റെ ഒരു പുഞ്ചം, പ്രകാശത്തിൻ്റെ ഒരു സ്ഫുരണമായിരുന്നു അവിടുന്ന്. എങ്ങനെ? എന്താണ് അവിടുത്തെ പ്രകാശസ്ഫുരണം? അവിടുത്തെ സ്മിതം, അവിടുത്തെ പുഞ്ചിരി. അല്ലേ? ഗുരുദേവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഗുരുദേവനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ ആ ചിരി, ഗുരുദേവൻ്റെ പൊട്ടിയുള്ള ഒരു തരം ഒരു പ്രത്യേകമുള്ള ചിരി, അത് വേറെ ആർക്കും ചിരിക്കാൻ പറ്റാത്തൊരു ചിരി. അല്ലേ? പറയാണ് സ്മിതകാന്തി. ഗുരുദേവൻ്റെ ആ പുഞ്ചിരി, അവിടുത്തെ ചിരിയാകുന്ന ആ കാന്തിയോട് കൂടിയവനായിരുന്നു അദ്ദേഹം. അതെങ്ങനെയുള്ളതായിരുന്നു? പറയാണ് 3 വിശേഷണങ്ങളാണ്. നമ്മളും ചിരിക്കാറുണ്ട് അല്ലേ? നമ്മളെപ്പോഴാണ് ചിരിക്കുക? പ്രധാനമായിട്ടും കളിയാക്കിയിട്ടാണ് ചിരിക്കുക. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആരെങ്കിലും വെള്ളത്തിൽ വീണ അറിയാതെ ചിരിക്കും ഇല്ലേ? നിങ്ങളൊക്കെ പിന്നെ മഹാത്മാക്കളായതുകൊണ്ട് സാധാരണക്കാരൊക്കെ എന്തു ചെയ്യും? വേറൊരാൾക്കൊരു അബദ്ധം പറ്റി അപ്പം നമ്മൾ ചിരിക്കും ഇല്ലേ? ശരിക്കും. പിന്നെ അവർക്കെന്തെങ്കിലും ഒരു ദോഷം വന്നാൽ കേട്ടോ ഒരു സന്തോഷമാണ്. ചിരി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും വെള്ളത്തിൽ വീഴണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്ത് ദോഷം ഉണ്ടാവണം അല്ലേ? അതാണ് നമുക്ക് സന്തോഷത്തിൻ്റെ കാരണം. ഗുരുദേവൻ അങ്ങനെയല്ല. പറയാണ് ധാവള്യം ചില വെണ്മ നിറഞ്ഞതെന്ന് വെച്ചാലോ വേറൊരാളുടെ ദുഃഖം കൊണ്ടല്ല അവരുടെ ചിരി. അവർ ചിരിക്കുന്നത്, അവർ പുഞ്ചിരിക്കുന്നത് അത് ധവളത കൊണ്ടാണ്. അതിൽ വേറൊന്നുമില്ല. അതായത് വേറൊരാളെ കളിയാക്കിക്കൊണ്ടോ വേറൊരാളുടെ ദുഃഖത്തിലോ ഒന്നുമല്ല അവർ ചിരിക്കുന്നത്. അത് മനസ്സിനുണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ബഹിസ്ഫുരണമാണ് അവരുടെ ചിരി. അതുകൊണ്ട് തന്നെ അതെന്താണ്? മഞ്ജുളമാണ് അല്ലേ? ഈ കാണാകുന്ന കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒരു ചിരിയാണെന്നാണ്. ഏത് ചിരി? ദ്രൗപദിയുടെ ഒരു ചിരി. ദ്രൗപദിയുടെ ഒരു, അതായത് ദുര്യോധനൻ വെള്ളത്തിൽ വീണിട്ട് കയറി, പിന്നെ നല്ല കരയാണ്. നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു ആ സമയത്തൊക്കെ. ശരിക്കും മയസഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത്രേ. മയസഭയിൽ കയറുന്ന ആളുടെ മനസ്സിനനുസരിച്ച് മയസഭ രൂപം മാറുമായിരുന്നു എന്നാണ്. നോക്കൂ, ദുര്യോധനൻ വെള്ളത്തിൽ വീണു, പക്ഷെ മറ്റാരും വെള്ളത്തിൽ വീണില്ലല്ലോ. എന്താ കാരണം? അതായത് ആ മയസഭയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ AI ഒക്കെ വർദ്ധിച്ച് എവിടെ എത്തുമെന്നറിയില്ല. പറയാണ് അവിടെ കയറുന്ന ആൾക്ക്
ആ യജമാനനോട് യുധിഷ്ഠിരനോടുള്ള ഭാവം അനുസരിച്ചിട്ട് മയസഭ രൂപം മാറും. അതായത് ഉണ്ടെന്നു തോന്നും ഉണ്ടാവില്ല, ഇല്ല എന്ന് തോന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, നല്ല ഒന്നാന്തരം വെൺകല്ലുകൊണ്ട് പാവിയതാണെന്ന് വിചാരിച്ചിട്ട് ചാടി നോക്കിയപ്പോൾ അത് വെള്ളമായിരുന്നു, താഴെ വീണു, എന്നാൽ മുഴുവൻ നനഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ എന്താ, നിറയെ ഇങ്ങനെ വെള്ളം തത്തിക്കളിക്കുന്ന പോലെ, വെറും നല്ല നിലമായിരുന്നു പക്ഷെ തത്തിക്കളിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എന്താ ഈ മുണ്ടൊക്കെ പൊക്കിപ്പിടി. ഇത് കണ്ടപ്പോൾ ദ്രൗപദി ചിരിച്ചു എന്നാണ്. വേറൊരാളുടെ ദുഃഖത്തിൽ അപമാനത്തിൽ നിന്നുണ്ടാകുന്ന ചിരി, ആ ചിരി നമ്മളെ കുലം കെടുത്തി കളയും നമ്മളെ, അല്ലേ? പക്ഷെ ഗുരുദേവൻ്റെ ചിരി അങ്ങനെയായിരുന്നില്ല. അതാ പറഞ്ഞത് ധാവള്യ, അല്ലേ, ധവളതയോടുകൂടിയ ചിരിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, മഞ്ജുളമാണ്, അത് മനോഹരമാണ്. എന്തുകൊണ്ട്, ആരെങ്കിലും കളിയാക്കിക്കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടോ ഉള്ളതല്ലാതെ തൻ്റെ ഉള്ളിലുള്ള ആനന്ദത്തിൻ്റെ ബഹിസ്ഫുരണമായതുകൊണ്ട് മഞ്ജുളമാണ്. പിന്നെയോ മൃദുവാണ്, ഒരാളെയും വേദനിപ്പിക്കുന്നതല്ല. അങ്ങനെയുള്ള പുഞ്ചിരിയോടുകൂടിയതായ ഗുരുദേവൻ്റെ മുഖം. ധാവള്യ മഞ്ജുള മൃദുസ്മിത കാന്തിപൂരം. അതുകൊണ്ടാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപദേശം എന്താണ്, കീപ് സ്മൈലിങ്. നമുക്ക് പറ്റി കീപ് സ്മൈലിംഗ് ഒക്കെ. അപ്പോൾ എല്ലാം നല്ല മനോഹരമായിട്ടൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് പുഞ്ചിരിക്കാം. അപ്പോൾ കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയല്ല, ജീവിതത്തിലെ എല്ലാം തകർന്നടിയുമ്പോഴും നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമ്പോഴും എല്ലാം ഇങ്ങനെ ഭസ്മം പോലെ പൊടിഞ്ഞു പോകുമ്പോഴും കീപ് സ്മൈലിംഗ്. അതാണ് ആത്മാവിൻ്റെ ബലം. വേദാന്തം നൽകുന്നത് എന്താ? വേദാന്തം നമുക്ക് മാന്ത്രിക വിദ്യകളൊന്നുമല്ല നൽകുന്നത്, ജീവിതത്തിലെ എന്തിനേയും നേരിടാനുള്ള ഉൾബലം. എന്തുകൊണ്ട്, ഇതൊക്കെ മിഥ്യയാണ്, ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്, ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ്. ഞാൻ ഇതൊന്നുമല്ല, ഞാനൊരു പിൽഗ്രിമാണ്, ഞാനൊരു തീർത്ഥാടകനാണ്. ഇതൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കണു. ഇതൊന്നും ഞാനല്ല എന്ന ഉൾബലം. ആ ഉൾബലമുള്ളവന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീപ് സ്മൈലിംഗ് പറ്റുള്ളൂ. നല്ലത് നടക്കും മാത്രമല്ല, എല്ലാം കൈവിട്ടു പോകുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അതാണ് കൃഷ്ണൻ. കൃഷ്ണൻ ആകെ ഒരു പ്രാവശ്യം കരഞ്ഞിട്ടുള്ളൂ എന്നാണ്. അതെപ്പോഴാ? അതാ കുചേലനെ കണ്ടപ്പോൾ. അല്ലാത്ത ഒരു സമയത്ത് ആ രാജ്യം നശിച്ചപ്പോഴോ ബന്ധുക്കൾ മരിച്ചപ്പോഴോ, അതല്ല വേടൻ അദ്ദേഹത്തിൻ്റെ കണങ്കാലിൽ അമ്പ് ചെയ്തപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, നീ വെറും ഒരു നിമിത്തമാണ്, അല്ലേ, എനിക്ക് ഈ ശരീരം മറയ്ക്കുവാനുള്ള ലീലയിലെ ഒരു നിമിത്തം മാത്രമാണ്, നീ വിഷമിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന്. അതാണ് കീപ് സ്മൈലിംഗ്. പിന്നെ വിസ്മാരിതാഖില പദാനത ദുഃഖഭാരം. ഇത് ഗുരുദേവനുമായിട്ട് അടുത്ത പരിചയമുള്ള എല്ലാവർക്കും അനുഭവമുള്ളതാണ്. എന്താണ്? എത്ര തന്നെ വിഷമങ്ങളുണ്ടായാലും ദുഃഖങ്ങളുണ്ടായാലും കഷ്ടപ്പാടുകളുണ്ടായാലും വിസ്മാരിത അഖില പദ ആനത ദുഃഖഭാരം. ആരാണോ അവിടുത്തെ പദങ്ങളിൽ നമസ്കരിക്കുന്നത് അവരുടെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ദുഃഖഭാരങ്ങളെയും വിസ്മാരിതം, അത് അവിടുന്ന് നമ്മളെ മറപ്പിച്ച് കളയും. ഗുരുദേവൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. എന്തുകൊണ്ടെന്നാൽ നമ്മളിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മുമ്പിലല്ല, നമ്മളിരിക്കുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണ്. നമ്മളിരിക്കുന്നത് നമ്മുടെ ശുദ്ധമായ സത്വത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് എപ്രകാരമാണോ, എത്ര കൂറ്റിരുട്ടാകട്ടെ, അല്ലേ, എത്ര വലിയ ഇരുട്ടാണെങ്കിലും സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ആ ഇരുട്ടുകളെല്ലാം ഇല്ലാതാകുന്നത്. അതുമാതിരി ഗുരുദേവൻ്റെ സന്നിധിയിൽ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാവിധ ഭ്രാന്തികളും, അല്ലേ, സ്വയമില്ലാതായി തീരും. അത് അന്ന് മാത്രമല്ല ഇന്നും. പക്ഷെ ആർക്കേ അത് അനുഭവിക്കാൻ പറ്റൂ? അതാ പറയുന്നത് പദ ആനതം. ആരാണോ അവിടുത്തെ പദത്തിൽ സ്വന്തം ശിരസ് സമർപ്പിച്ച്, അല്ലേ, ആ ഗുരുദേവനിൽ ശരണാഗതി അടയുന്നത്, അങ്ങനെ സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന തൻ്റെ ഗുരുവിൽ
ശരണാഗതി അടയുന്നവെന്ന ശിഷ്യൻ്റെ സമസ്ത ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കി കളയാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗുരുവിനുണ്ട്. എന്നുവെച്ചാൽ നോക്കൂ, വിധി അനുസരിച്ച് വരേണ്ടതൊക്കെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാതാകും. സംഭവിക്കും, ശരീരത്തിന് നമ്മുടെ പ്രാരബ്ധമനുസരിച്ചിട്ടുള്ള ദുഃഖങ്ങളും അല്ല അസുഖങ്ങളും ഒക്കെ വരും, മനസ്സിന് എല്ലാം വന്നു. പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ നശിക്കുന്ന ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല എന്ന അനുഭവമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ബലമുണ്ടാകും. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായാലും ആ ദുഃഖങ്ങൾക്കൊന്നും നമ്മളെ സ്പർശിക്കാൻ സാധിക്കില്ല. എന്താണ് വേദാന്തം നൽകുന്നത്? വേദാന്തം നൽകുന്നത് നിങ്ങൾക്ക് അല്ലേ, ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, അമ്മ ഇപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായേ? ഇതാ ഉണ്ടായത് അല്ലേ. എന്തു വന്നാലും തകർക്കാൻ പറ്റാത്ത മനോവീര്യം ആ ഗുരുദേവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയെല്ലാം. ഭഗവാനെ, എല്ലാം അവിടുന്ന് തന്നെ അല്ലേ. മാം അനുസ്മര യുദ്ധ്യജ. ശ്രീ ഗുരുദേവനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? എല്ലാം അവിടുന്ന് തന്നെയാണെന്നുള്ള അറിവുണ്ടാകുന്നതോടുകൂടി നമ്മുടെ സകലവിധ ഭയങ്ങളും സകലവിധ ദുഃഖങ്ങളും അസ്തമിക്കും. വിസ്മാരിതാഖിലപദാനത ദുഃഖഭാരം. പിന്നെ പറയാണ്, താമ്രശോഭന പരിച്ഛദ സംവൃതാംഗം. ആരുടെ അംഗമാണോ ശരീരമാണോ സംവൃതമായിട്ടുള്ളത്, മൂടപ്പെട്ടിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മൂടപ്പെട്ടിട്ടുള്ളത്? പരിച്ഛദത്തെ കൊണ്ട്, വസ്ത്രത്തെ കൊണ്ട്. എങ്ങനെയുള്ള പരിച്ഛദമാണത്? ശോഭനം, ശോഭിക്കുന്നതായ, തിളങ്ങുന്നതായ. എങ്ങനെ? ആതാമ്രം അല്ലേ. ആതാമ്രം എന്നുവെച്ചാലോ ചെമ്പു പോലെ അല്ലേ, ചെമ്പിനെ പോലെ. ക്ലാവ് പിടിച്ച ചെമ്പല്ല, നല്ല ഒന്നാന്തരം ചെമ്പ് അല്ലേ. ആ ചെമ്പിന് അല്ലേ, ചെമ്പിൻ്റെ നിറത്തിലുള്ളതായ മനോഹരമായ വസ്ത്രം കൊണ്ട് ആരുടെ ശരീരമാണോ മറക്കപ്പെട്ടിരിക്കുന്നത് അവിടുന്ന്. എന്താണ് ഈ ചെമ്പിൻ്റെ നിറത്തിലുള്ള വസ്ത്രം? കാവ്യവസ്ത്രം അല്ലേ. സന്യാസിമാർ ധരിക്കുന്നത് എന്താ? ഈ ചെമ്പിൻ്റെ നിറത്തിലുള്ള വസ്ത്രമാണെന്നാണ്, അല്ലെങ്കിൽ അഗ്നിയുടെ നിറത്തിലുള്ള വസ്ത്രമാണ്, അല്ലെങ്കിൽ ഉദയസൂര്യൻ്റെ നിറത്തിലുള്ള വസ്ത്രമാണ്, അല്ലെങ്കിൽ മണ്ണിൻ്റെ നിറത്തിലുള്ള വസ്ത്രമാണ് അല്ലേ. അതാണ് സന്യാസം. സന്യാസം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? നമ്മൾ മണ്ണാകുന്നു അല്ലേ. ഈ ശരീരം മണ്ണാകുന്നു. അപ്പോൾ വസ്തു എന്താ? മണ്ണാണ്. മണ്ണിലേക്ക് മടങ്ങിയിടുന്നു. ഇനി ഈ ധാരാണിത്, ഇത് ഉദയസൂര്യനാകുന്നു അല്ലേ. എപ്രകാരമാണോ ഉദയസൂര്യൻ, മനോഹരമായിരിക്കുന്ന ആ ചെമ്പിൻ നിറത്തോടുകൂടി ഉദിക്കുന്നതായ സൂര്യൻ അതുവരേക്കുള്ള സകല ദുഃഖങ്ങളെയും വിഷമതകളെയും അന്ധകാരത്തെയും ഇല്ലാതാക്കുന്നത്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ്റെ പ്രകാശത്തെ കൊണ്ടുവരുന്നതാണ് ഈ വസ്ത്രം. പിന്നെന്താണ്? ഇത് അഗ്നിയാകുന്നു അല്ലേ. സകലവിധ പാപങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ് ഈ വസ്ത്രം അല്ലേ. അതാണ് താമ്രശോഭന പരിച്ഛദ. അങ്ങനെയുള്ള ത്യാഗത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ നിറമുള്ളതായ വസ്ത്രം കൊണ്ട് ശരീരത്തെ മൂടിയിരിക്കുന്ന രണ്ടിതായിരിക്കും അല്ലേ. രണ്ട് ഇതാണ്. താമ്രശോഭന വരാംശുക. അപ്പം അതെ, താമ്രശോഭന പരിച്ഛദ രണ്ട് പാഠങ്ങളാണ്. അംശുകം, അംശുകം വെച്ചാൽ വസ്ത്രം. ഓക്കെ. ശോഭന വരം, വരം വെച്ചാൽ ശ്രേഷ്ഠമായിരിക്കുന്ന അംശം. അതേ അർത്ഥം തന്നെ, രണ്ട് പദങ്ങൾ എന്ന് മാത്രം. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. നമുക്ക് അങ്ങനെയുള്ളതായ ഗുരുവരനെ നമ്മുടെ ഹൃദയത്തിൽ ഭാവിക്കാം. പിന്നെ ഇനി അവിടുത്തെ പ്രവൃത്തി എന്തായിരുന്നു? വിജ്ഞാനസാരവചനാമൃതജഹ്നുകന്യാ നിശേഷജൗത നിജകിൽബിഷമുന്നതാംസം ശ്രീഖണ്ഡമണ്ഡിതമനോജ്ഞ വിശാല ഭാലം
ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. പറയാണ് എന്താണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നത്? പറയാണ് ധൗതം. എന്തായിരുന്നു ജോലി? അദ്ദേഹം ഒരു അലക്കുകാരനായിരുന്നു അത്രേ, അല്ലേ? അദ്ദേഹം കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനെയാണ്? നിജകൽമഷം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായ കൽമഷങ്ങളെ, പാപങ്ങളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ കഴുകിക്കൊണ്ടേയിരിക്കുന്നവനാണ് ഗുരുദേവൻ. എങ്ങനെ? നിശേഷം. നിശേഷം വെച്ചാൽ ഒട്ടും ബാക്കിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഉള്ളിലുള്ള സമസ്ത പാപങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് നിജകിൽബിഷം. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ വിശ്വാസമുണ്ട് നമുക്ക്. എന്താണ്? ഗംഗാദേവി, ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമസ്ത പാപങ്ങളും ഇല്ലാതാവും എന്നാണ്. അതുമാതിരി, അല്ലേ? പറയാണ് വിജ്ഞാനസാരവചനാമൃത ജന്നുകന്യാ നിശേഷദൗതം. ജന്നുകന്യ ചില ജാഹ്നവി എന്ന് വെച്ചാൽ ഗംഗ. ഭഗീരഥൻ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തിട്ടാണ് അവസാനം ഗംഗാദേവിയെ കൊണ്ടുവരാൻ തീരുമാനമായി. ഗംഗാദേവി പറഞ്ഞു ഞാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഞാനെങ്ങാനും ഭൂമിയിൽ പതിച്ചാൽ ഭൂമി രണ്ടായി പോവും. അപ്പം എന്ത് ചെയ്തു? എന്താ വഴി? ഞാൻ വരുന്നത് താങ്ങാൻ ശ്രീ പരമേശ്വരന് മാത്രമേ പറ്റൂ പറഞ്ഞു. പാവം ഭഗീരഥൻ പിന്നെ തപസ് തുടങ്ങി. ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ തപസ് തുടങ്ങി. പിന്നെ അവിടുന്ന് പിന്നെ ആശുതോഷനാണ് പെട്ടെന്ന് വന്നു. എന്താ വേണ്ടേ ചോദിച്ചു. അപ്പം എന്താ ഇങ്ങനെയൊക്കെയാണ് ഗംഗാദേവി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗംഗ പതിച്ചു കഴിഞ്ഞാൽ ഭൂമി രണ്ടാവുമെന്നാണ് പറയണത്. അങ്ങേക്ക് മാത്രമേ ഗംഗയെ നിയന്ത്രിക്കാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ അതിനെന്താ എപ്പോഴാണ് വേണ്ടേ പറഞ്ഞാൽ ഞാൻ വരാം. അപ്പോൾ ഗംഗാ പറഞ്ഞു ഞാൻ വരാം, അല്ലേ? സമയമായി. ഗംഗാദസറ, ഗംഗ അവതരിക്കാനുള്ള ദിവസമായി. അപ്പോൾ ശ്രീ പരമേശ്വരൻ അവിടെ എത്തി. അവിടത്തേക്ക് പിന്നെ ഇതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ ജട നിവർത്തി എന്നാണ്. ജട നിവർത്തിക്കൊണ്ട് അവിടെ നിന്നു. ഗംഗാദേവി എന്നാൽ ശരി ശിവനെ കൂടെ പാതാളത്തിലേക്ക് എത്തിക്കാം എന്നുള്ള അഹങ്കാരത്തോടു കൂടി ആകാശഗംഗയായിരുന്ന ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു എന്നാണ്. ആരുടെ തലയിലേക്കാണ് പതിക്കുന്നത്? ലോകത്തിന് മുഴുവൻ വെറും ഒരു ധൂളി പോലെ വഹിക്കുന്നതായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ശിരസിലേക്കാണ് പതിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് തൻ്റെ ജട കെട്ടി അവിടുന്ന് പോയി. എവിടെ ഗംഗ? ഗംഗയില്ല, ഒന്നുമില്ല. എല്ലാം ഒരു തുള്ളി വെള്ളം പോലെ ഭഗവാന്റെ ജടയുടെ ഉള്ളിൽ പെട്ടുപോയി എന്നാണ്. ഇപ്പോൾ വരിച്ച് ഭഗീരഥൻ കാത്തിരിക്കുക. എവിടെ? ഒന്നും കാണാനില്ല. വീണ്ടും അങ്ങേര് തപസ്സിന് പോയി. അങ്ങേർക്ക് പിന്നെ ഇതാണല്ലോ രസം, തപസ്സാണ് അദ്ദേഹത്തിൻ്റെ രസമായിട്ടുള്ള കാര്യം. ഉടനെ വീണ്ടും തപസ് ചെയ്തു. ചോദിച്ചു എന്താ എത്ര പ്രാവശ്യമായി, എന്താ വേണ്ടേ? അല്ല ഗംഗ ഇപ്പം ഗംഗ വന്നില്ലേ? അല്ല അതിപ്പോൾ കാണാനില്ല. അത് ശരി. ഇപ്പോൾ തൻ്റെ തലയോണ്ട് ചെറുതായിട്ട്, അല്ല കൈകൊണ്ട് ചെറുതായിട്ട് തലയിലൊരു ചെറിയ അപ്പം താഴേക്ക് വന്നു എന്നാണ്. അപ്പോഴും അഹങ്കാരം ശമിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ തറുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന വഴിക്കാണ് ജന്നു മഹർഷിയുടെ ആശ്രമം. അപ്പോൾ എല്ലാം തകർത്തു കൊണ്ടുവരുന്നത് ഗംഗയെ കണ്ടപ്പോൾ ജന്നു മഹർഷിക്ക് ദേഷ്യം വന്നു. തൻ്റെ ആശ്രമം തകർത്താൻ വേണ്ടി വരുന്നോ? ഉടനെ എന്ത് ചെയ്തു? അങ്ങനെ ഭഗീരഥൻ മുമ്പിൽ ഇങ്ങനെ ശംഖും വിളിച്ചുകൊണ്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്നൊന്നും കേൾക്കാനില്ല. നോക്കിയപ്പോൾ എന്താ കാണാനില്ല ഗംഗയെ. ഇതെവിടെ പോയി നോക്കിയപ്പോൾ ജന്നു മഹർഷി അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചു ഗംഗയെ കണ്ടോ? എന്തേ? ഞാൻ കുടിച്ചു എന്ന്. ഇത്രയും വലിയ ഗംഭീരമായി വന്ന ഗംഗയെ മുഴുവൻ ജന്നു കുടിച്ചു. അപ്പോൾ ഉടനെ വീണ്ടും ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് എന്നെ. ശരി. ഉടനെ ജന്നു മഹർഷിയുടെ വലത് ചെവിയിലൂടെ വീണ്ടും ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ദേവിക്ക് ജാഹ്നവി എന്ന് പേര്. അപ്പോൾ ഇങ്ങനെ വലത് ചെവിയിലൂടെ ഗംഗ പുറത്തു വന്നുകൊണ്ട് നമ്മുടെയൊക്കെ വലത് ചെവിയിൽ ഗംഗയുടെ സാന്നിധ്യം ഉണ്ട് അത്രേ. അതുകൊണ്ടാണ് നമ്മളെ ഈ ആചമനമൊക്കെ ചെയ്യുമ്പോൾ വലത് ചെവിയുടെ തൊട്ട് കഴിഞ്ഞാൽ കൈ ശുദ്ധമാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അതാണ് ജന്നുകന്യ ചില ഗംഗാദേവി. അപ്പോൾ ഈ എങ്ങനെയാണ്? എന്താ ജന്നുകന്യ? വചനാമൃതം, അല്ലേ? ഗുരുദേവൻ്റെ വിജ്ഞാനസാര വചനാമൃതം. പലപ്പോഴും നമ്മൾ
നമ്മൾക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ വേദാന്തം തലയ്ക്ക് പിടിച്ചിട്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ മഹാത്മാക്കളെയൊന്നും വേണ്ടവണ്ണം മനസ്സിലാക്കാനുള്ള കഴിവില്ല, അല്ലേ? ഇപ്പോൾ ഗുരുദേവൻ വേദാന്തത്തിന് നൽകിയിരിക്കുന്നതായ സംഭാവനകൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഗീത പറഞ്ഞിട്ടുണ്ട്, ഗീത പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഗുരുദേവൻ്റെ ഗീത പഠിക്കണം. പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുക എന്ന അർത്ഥത്തിലല്ല, അതിനെ വേണ്ടവണ്ണം മനനം ചെയ്യും, മനസ്സിലാവും. ഗുരുദേവൻ വെറുതെ പണ്ടവിത്ത വേദാന്തം അതേപോലെ പറയല്ല ചെയ്തത്. പിന്നെയോ ആധുനിക കാലത്തിന് ഏറ്റവും അനുസൃതമായ വിധത്തിൽ വളരെ യുക്തിഭദ്രമായി ഈ ശാസ്ത്രത്തെ വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുദേവൻ. അത് ഉപനിഷത്താകട്ടെ ഗീതയാകട്ടെ. അതാണ് പറഞ്ഞത് വിജ്ഞാനസാരം, അല്ലേ? ഈ അറിവിൻ്റെ മുഴുവൻ, അതിനെ മുഴുവൻ്റെയും അതിൻ്റെ സാരത്തെ, ആ സാരമാകുന്ന വചനാമൃതം, അവിടുന്ന് പറയുന്ന ഓരോ വാക്കുകളും എന്താണ്? അത് വിജ്ഞാനത്തിൻ്റെ ആകത്തുകയാണ്. അറിവിൻ്റെ ആകത്തുകയെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടുന്ന് എന്ത് ചെയ്തു? അത് വചനാമൃതം, അവിടുത്തെ വചനങ്ങളാകുന്ന അമൃതം, അതാണ് ജന്യുകന്യ, അതാണ് ഗംഗ, അല്ലേ? അറിവിൻ്റെ ആ അമൃതപ്രവാഹം, ഗുരുദേവൻ്റെ ഭാഷണങ്ങളാകുന്ന ആ അമൃതപ്രവാഹത്തിലൂടെ അവിടെ നിന്ന് എന്ത് ചെയ്തു? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സമസ്ത അജ്ഞാനങ്ങളെയും, സമസ്ത എല്ലാവിധത്തിലുള്ള അറിവില്ലായ്മയെയും സകലവിധ ദുരിതങ്ങളെയും അവിടുന്ന് ഇല്ലാതാക്കി. എപ്രകാരമാണോ ഗംഗ സമസ്ത പാപങ്ങളെയും ഇല്ലാതാക്കുന്നത്, അതുമാതിരി ഗുരുദേവൻ്റെ വചനാമൃതം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുർവാസനകളെയും സംശയങ്ങളെയും അജ്ഞാനത്തെയും ഇല്ലാതാക്കി. നിശേഷദൗത നിജകൽമഷം ഉന്നതാംസം. പിന്നെ ഗുരുദേവൻ്റെ അടുത്തൊരു സ്വഭാവം എന്താണ്? ഉന്നതാംസം എന്നാണ്, ഉയർന്ന തല. ഒരിക്കലും ഗുരുദേവൻ്റെ തല താഴ്ന്നിട്ടില്ല, അല്ലേ? ഒരു വിധത്തിലും, ഒരു ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ഗുരുദേവൻ തല താഴ്ത്തിയിട്ടില്ല. എപ്പോഴാണ് നമുക്ക് തല താഴ്ത്തേണ്ടി വരുന്നത്? നമ്മൾ അധർമ്മത്തിലൂടെ ചരിക്കുമ്പോഴാണ്. നമ്മൾ ധർമ്മത്തിലൂടെ ചരിക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും തല താഴ്ത്തേണ്ടി വരില്ല. നമുക്ക് തല താഴ്ത്തേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അധർമ്മമുണ്ടാകുമ്പോഴാണ്, പാപവാസനകൾ ഉണ്ടാകുമ്പോഴാണ്. ഒരിക്കലും ഗുരുദേവൻ്റെ ശരീരത്തിൽ, ജീവിതത്തിൽ ഒരു സമയത്ത് പോലും ഇவ்விധമായിരിക്കുന്ന വാസനകളില്ലായിരുന്നു. അദ്ദേഹം ലൗകിക ജീവിതത്തിൽ, ആധ്യാത്മ ജീവിതത്തിൽ വരുന്നതിന് മുമ്പും സത്യം സത്യമായി, ധർമ്മം ധർമ്മമായി, രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഉയർത്തിയ തലയോടുകൂടിയുള്ള, പൗരുഷത്തോടു കൂടിയുള്ള ജീവിതം. അങ്ങനെ അങ്ങനെയുള്ള, അല്ലേ, അത് ആ ഭാവത്തോടു കൂടി ഉന്നതാംശം ശ്രീഖണ്ഡമണ്ഡിതമനോജ്ഞ വിശാലഭാലം. നല്ല ഗുരുദേവൻ്റെ അടുത്ത എല്ലാവരും ശ്രദ്ധിക്കുന്ന അടുത്തൊരു ഫീച്ചറാണ് നല്ല വിടർന്ന നെറ്റി, അല്ലേ? നല്ല നല്ല വിശാലമായ ഭാലം. അതിലോ ശ്രീഖണ്ഡമണ്ഡിതം, അല്ലേ? ചന്ദനം കൊണ്ടുള്ള കുറി, അല്ലേ? ചന്ദനം കൊണ്ട് കുറി വരച്ചിരിക്കുന്ന വിശാലമായ ഭാലം. വിശാലമായ ഭാലം ആ വലിയ അഗാധമായ ചിന്തകളെ, അല്ലേ, ബുദ്ധിശക്തിയെ പ്രതിഫലിക്കുന്നതാണെന്നാണ്. അങ്ങനെ വലിയ ബുദ്ധിമാനായി, അത് ശ്രീഖണ്ഡം കൊണ്ട് അത് തണുപ്പിച്ച്, അല്ലേ, ചന്ദനം കൊണ്ട് തണുപ്പിച്ച ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ശ്രീ ഗുരുദേവനെ എന്ത് ചെയ്യുന്നു? ഹൃദയഭാവയാമി, ഞങ്ങൾ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു. സാന്ദീപനീതിഭുവനപ്രഥിതം പ്രശാന്തം അധ്യാസിതം പരമമംഗളമാലയാഗ്ര്യം ശ്രീമത്തപോവനതപോധനശിഷ്യവൈദ്യം ശ്രീചിന്മയം ഹൃദി ഭാവയാമി. ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണാം, അമ്പലങ്ങളിലൊക്കെ ഒരു വിശേഷമായിട്ടൊരു പ്രതിഷ്ഠ കാണും. എൻ്റെ പേര് ബ്രഹ്മരക്ഷസ് എന്നാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? എന്താ ഈ ബ്രഹ്മരക്ഷസ്? ആരാ ഈ ബ്രഹ്മരക്ഷസ്? ബ്രഹ്മരക്ഷസ് 3 തരത്തിലുണ്ട് അത്രേ. ഒന്ന്, സിദ്ധരായിരിക്കുന്ന ചില ആളുകൾ,
അവർ സിദ്ധരാണ്, അതുകൊണ്ട് അവരെ ആരാധിക്കുക. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് അപമൃത്യുവിനെതിരായ ബ്രാഹ്മണർ. അവരെ ആരെങ്കിലും വെട്ടിക്കൊല്ലിയേ തല്ലിക്കൊല്ലിയേ അല്ലെങ്കിൽ പാമ്പ് കടിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ ദാരുണ മൃത്യുവിനിരയായ ബ്രാഹ്മണരുടെ ആത്മാക്കളാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തനിക്കറിയുന്ന വിദ്യയെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ ശരീരം വിട്ടാൽ. നമുക്ക് ചില ഗൂഢവിദ്യകളൊക്കെ അറിയാം. ഈ വിദ്യകളെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ ശരീരം വിട്ടാൽ അവരും ബ്രഹ്മരക്ഷസാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും റെസിപ്പി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ പറയാണ് എന്താണ്, ആരാണ് ഗുരുദേവൻ? ഗുരുദേവൻ സ്വയം വിദ്യയെ പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശ്രീ തപോവനസ്വാമികളിൽ നിന്നും ശിവാനന്ദ സ്വാമികളിൽ നിന്നൊക്കെ അറിവ് നേടി. എന്നിട്ട് ആ അറിവിനെ സ്വന്തം ഹൃദയത്തിൽ വെക്കുകയല്ല ചെയ്തത്. എന്ത് ചെയ്തു? അദ്ദേഹം ലോകത്ത് മുഴുവൻ അത് പ്രചരിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്നും പ്രചരിപ്പിക്കാൻ ഞാനുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വിദ്യാപ്രസരണം അനസ്യൂതമായി നിലനിൽക്കണം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അല്ലേ ഈ വേദാന്ത വിദ്യയെ എത്തിക്കാനുള്ളതായ ആളുകളെ രൂപപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിദ്യ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സാന്ദീപനി എന്ന് പറയുന്നതായ ഒരു ആശ്രമം സ്ഥാപിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. സാന്ദീപനീതി ഭുവനപ്രഥിതം പ്രശാന്തം, അല്ലേ? ഭുവനപ്രഥിതം ലോകത്തെല്ലായിടത്തും കേൾവി കേട്ടതായ പ്രശാന്തമായ ഒരു ആശ്രമത്തെ അവിടുന്ന് സ്ഥാപിച്ചു. എന്താ പേര്? സാന്ദീപനി. എന്താ സാന്ദീപനി? ചില സന്ദീപന്യാഹ ഇതം. സന്ദീപനിയുടേത് സാന്ദീപനി, സന്ദീപനിയുടേത് സാന്ദീപിനി. ഓക്കെ. ശംഭുവിൻ്റേത് ശാംഭവം, ശക്തിയുടേത് ശാക്തം, അല്ലേ? ശിവൻ്റേത് ശൈവം, വിഷ്ണുവിൻ്റേത് വൈഷ്ണവം എന്നൊക്കെ പറഞ്ഞ പോലെ സന്ദീപനിയുടേത് സാന്ദീപനി. ആരാണ് സന്ദീപനി? ശ്രീകൃഷ്ണൻ്റെ ഗുരുവാണ്, അല്ലേ? ശ്രീകൃഷ്ണന് ആരുടെ അടുത്ത് പോയിട്ടാണോ 64 കലകളെയും അഭ്യസിച്ചത്, വേദത്തെ അഭ്യസിച്ചത്, ആ ഗുരുവാണ് സന്ദീപനി. ആ സന്ദീപനിയുടെ ആശ്രമമാണ് സാന്ദീപനി. നോക്കൂ, എന്തൊരു മനോഹരമായൊരു പേരാണ് ഗുരുദേവൻ കൊടുത്തത്, അല്ലേ? ആ സന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്നാണ് കൃഷ്ണനുണ്ടായത്. അതുപോലെ എന്ത് ചെയ്യണം? ഈ സാന്ദീപനി ആശ്രമത്തിൽ നിന്നും കൃഷ്ണന്മാരുണ്ടാകണം. ലോകത്തിന് വെളിച്ചം നൽകുന്നവരായ മഹാത്മാക്കൾ ഈ മണ്ഡലത്തിൽ നിന്നുണ്ടാകണം എന്ന സങ്കല്പം. അതാണ് നമുക്ക് ആ പേരിൽ തന്നെ. വേറെ സാധാരണയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പേരാ കൊടുക്കുക, അല്ലേ? പക്ഷേ ആ കൃത്യമായിട്ടുള്ള ആ പേര് സാന്ദീപനി എന്ന് ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു. നമ്മൾ എന്ത് പ്രസിദ്ധം? ഇന്ന് ഭാരതത്തിലെന്നല്ല ലോകത്തിൽ വേദാന്തത്തെ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാവരും, വളരെ കുറച്ച് പേരൊഴിച്ച് എല്ലാവരും പ്രത്യക്ഷമായോ പരോക്ഷമായോ സാന്ദീപനി പ്രൊഡക്ട്സാണ്. അവർ ചിന്മയ മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് വേറെ കാര്യം. ചിന്മയ മിഷനിൽ വർക്ക് ചെയ്താലും വേണ്ടില്ല, അല്ലെങ്കിൽ ദയാനന്ദ സ്വാമികളുടെ ശിഷ്യന്മാരായാലും വേണ്ടില്ല, പ്രശിഷ്യന്മാരായാലും വേണ്ടില്ല, ഇവരെല്ലാം വിദ്യ നേടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? സന്ദീപനിയിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ അത് ആരൊക്കെ, അല്ലേ, ലോകത്തിൽ ഇപ്പോൾ ചിന്മയ മിഷനിൽ രാമകൃഷ്ണ മിഷനിലെ കുറച്ച് സന്യാസിമാരൊക്കെ ഒഴിച്ച് ബാക്കി ലോകത്തിൽ എവിടെയെല്ലാം അധ്യാത്മവിദ്യയെ, വേദാന്ത ശാസ്ത്രത്തെ, ഭാരതത്തിൽ മാത്രമല്ല, അല്ലേ, ലോകത്തിലെ പാർത്ഥസാരഥി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലരും വേദാന്ത വിദ്യയെ പഠിപ്പിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സാന്ദീപനിയിൽ നിന്ന് ഊർജം നേടിയവരെന്ന് ആലോചിച്ചു. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു യുഗത്തിലേക്ക് മുഴുവനുള്ളതായ വേദാന്ത വിദ്യ അവിടുന്ന് കൊണ്ടുവന്നു. നമ്മൾ പലപ്പോഴും, അല്ലേ, അതിപരിചയാത് അവജ്ഞ,
നമ്മളെപ്പോഴും ഗുരുദേവ് ഗുരുദേവ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വലിയ മാനമൊന്നുമില്ല. പക്ഷേ അവിടുന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ അതാണ് സാന്ദീപനീതി ഭുവന പ്രഥിതം പ്രശാന്തം അധ്യാസിതം പരമമംഗളമാലയാഗ്ര്യം. പരമമംഗളമായി ലോകത്തിനു മുഴുവൻ മംഗളം നൽകുന്ന അല്ലേ ആ ആശ്രമത്തിൽ അധിവസിക്കുന്നവനായ ഗുരുദേവൻ്റെ ആത്മപ്രതിഷ്ഠയാണ് സാന്ദീപനിയിലെ ജഗദീശ്വര സ്വാമി അല്ലേ. ഗുരുദേവൻ എല്ലായിടത്തും പ്രതിഷ്ഠകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗുരുദേവ ആത്മപ്രതിഷ്ഠ, ഗുരുദേവൻ പ്രാണപ്രതിഷ്ഠ ചെയ്തതാണ്. അതായത് തൻ്റെ പ്രാണനെ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്ത് ആ സാന്ദീപനിയിലെ ജഗദീശ്വര സ്വാമി. ചില അത്രയും പവർഫുള്ളായിട്ടുള്ള ആ സാന്നിധ്യം അവിടുന്ന് ഇന്നും ആ സാന്ദീപനിയിൽ വസിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സാന്ദീപനി എന്ന് ലോകത്തെല്ലായിടത്തും പ്രസിദ്ധി കേട്ടിരിക്കുന്നതായ ആശ്രമത്തിൽ അധിവസിക്കുന്നവനായി പിന്നെ ശ്രീമത്തപോവന തപോധന ശിഷ്യവൈദ്യം, തപോധനനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ തപോവനസ്വാമികളുടെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നവനായ ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. അങ്ങനെയുള്ള ചിന്മയ സദ്ഗുരുവിനെ ഞാൻ ഹൃദയത്തിൽ ആരാധിക്കുന്നു. നാനാപുരാണ നിഗമാഗമ തത്വവിജ്ഞം സാക്ഷാത്കൃത പ്രണവസാരമുദാരഭാവം സംസാരഘോരതരകാനനദാവവഹ്നിം ശ്രീചിന്മയം ഹൃദി ഭാവയാമി. ഞാൻ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു. ആരെ? ചിന്മയം ഗുരുവരം, സാക്ഷാൽ ശ്രീ ചിന്മയനെ അല്ലേ, ഗുരുക്കന്മാരുടെ ശ്രേഷ്ഠനായിരിക്കുന്ന ചിന്മയനെ ഞാൻ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാണ് ആ ഗുരു. പറയാണ് തത്വവിജ്ഞം, തത്വത്തെ അറിഞ്ഞവൻ. ഏത് തത്വത്തെ അറിഞ്ഞത്? നാനാ പുരാണ നിഗമ ആഗമ തത്വവിജ്ഞം. ഈ ലോകത്തിലെ എന്തെല്ലാം പുരാണങ്ങളുണ്ടോ, എന്തെല്ലാം വേദങ്ങളുണ്ടോ, എന്തെല്ലാം തന്ത്രഗ്രന്ഥങ്ങളുണ്ടോ, ഇവയുടെ മുഴുവനും സാരത്തെ അറിഞ്ഞവനാണ്. നമ്മൾക്ക് പലപ്പോഴും ഗുരുദേവൻ്റെ ഒരേ ഒരു മുഖം മാത്രമേ പലപ്പോഴും നമ്മൾ കാണാറുള്ളൂ അല്ലേ, ഒരു വേദാന്തിയായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ മുഖം. പക്ഷേ ഗുരുദേവൻ്റെ എത്രയോ ഭാവങ്ങൾ നോക്കൂ. അവിടുത്തെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് അനുസൃതമായിട്ടുള്ള ഭാവം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. അവിടുത്തേക്ക് അറിവ്, ഗുരുദേവൻ്റെ അറിവ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. നാനാപുരാണം, പലവിധ പുരാണങ്ങളെക്കുറിച്ച്. ഇവിടെ ആഗമം എന്നുള്ളത് കൊണ്ട് വേദത്തിലെ, നിഗമം എന്നുള്ളത് കൊണ്ട് തന്ത്രശാസ്ത്രത്തിലെ. അപ്പോൾ വൈദികവും താന്ത്രികവും പിന്നെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതുമായ സകല വിധങ്ങളായിരിക്കുന്ന അറിവുകളുടെ മഹാഭണ്ഡാരമായിരുന്നു ഗുരുദേവൻ. ഒപ്പം ആധുനിക ശാസ്ത്രവും പാശ്ചാത്യ ശാസ്ത്രവും, പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചിന്താധാരകളെ സമന്വയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുദേവൻ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ തുടങ്ങാൻ കാരണം. കിഴക്കും പടിഞ്ഞാറുമുള്ള ചിന്താധാരകളെ ഒരുമിപ്പിക്കുവാൻ അല്ലേ, പണ്ഡിതനും പാമരനും തമ്മിലുള്ളതായ ആ അന്തരത്തെ ഇല്ലാതാക്കുവാൻ ഒരു സ്ഥലം വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് സ്വാമി ഗുരുദേവ് ചിന്മയ അന്തർദേശീയ കേന്ദ്രം തുടങ്ങുന്നത്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചിട്ടും ശാസ്ത്രത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും നല്ല ബോധം, അതേസമയം തന്നെ ആധുനികമായ ശാസ്ത്രം. അതാണ് ഗുരുദേവനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാനുള്ള കാരണം. അതാ അദ്ദേഹം വെറുതെ അത് നിങ്ങൾ വിശ്വസിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞത്. വളരെ ലോജിക്കലായിട്ട്, ഒരു പക്ഷേ ഏറ്റവും അത്യാധുനികനായിരിക്കുന്ന ഒരാൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അത്യാധുനികതയെ അറിഞ്ഞവനായിട്ട്, നമുക്കൊക്കെ അല്ലേ, നിങ്ങൾ കേട്ടിരിക്കുന്നവർക്കൊക്കെ അത് അറിയാമായിരിക്കും. അന്നന്നത്തെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അന്ന് രാവിലെ എന്താ സംഭവിച്ചു വെച്ചാൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടാവും.
അത് രാഷ്ട്രീയമാകട്ടെ, അത് ധനതത്വപരമാകട്ടെ, അത് ശാസ്ത്രീയമാകട്ടെ, അത് സയൻറ്റിഫിക് ആകട്ടെ, അങ്ങനെ പഴയതും പുതിയതും, അല്ലേ, കിഴക്കും പടിഞ്ഞാറും, വേദാന്തവും ഭൗതികതയും, ഈ ശാസ്ത്രസഞ്ചയങ്ങളെ മുഴുവൻ ഗ്രഹിച്ച് അതിൻ്റെ സാരത്തെ നമുക്ക് നൽകാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഗുരുദേവനുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ, നാനാപുരാണ നിഗമാഗമ തത്വവിജ്ഞം. പിന്നെ എങ്ങനെയായിരുന്നു ഗുരുദേവൻ? സാക്ഷാത്കൃത പ്രണവസാരം, അല്ലേ, പ്രണവത്തിൻ്റെ സാരം, ഓംകാരവേദ്യമായ പരമാത്മാവ്. പ്രണവത്തിൻ്റെ സാരം എന്താണ്? ഓംകാരം. ഓംകാരത്തിൻ്റെ സാരം എന്താണ്? പ്രണവം, എപ്പോഴും പുതുതായിരിക്കുന്ന ആത്മഭാവം. പ്രണവം ചെന്നർത്ഥം പ്രകർഷേണ നവം, എപ്പോഴും പുതുത്. എന്താണ് എപ്പോഴും പുതുതായിരിക്കുന്നത്? ആത്മാവ്. നമുക്ക് നമ്മളെപ്പോഴും പുതുതാ, അല്ലേ? മറ്റുള്ളവർക്ക് തോന്നും ഓ വയസ്സനായി എന്ന്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പുതുതാ. ആത്മഭാവത്തോടു കൂടിയവൻ, അതാണ് പ്രണവം, പ്രണവത്തിൻ്റെ തത്വം, അല്ലേ? സാക്ഷാത്കൃത പ്രണവസാരം, ആ പ്രണവത്തിനെ കൊണ്ട് സൂചിപ്പിക്കുന്നതായ ആത്മതത്വത്തെ അത് ഞാൻ തന്നെയാകുന്നു എന്ന് അനുഭവിച്ചവനും. ഉദാരഭാവം, അങ്ങനെ ഞാൻ സച്ചിദാനന്ദരൂപനായ പരമാത്മാവാണെന്ന് അറിയുമ്പോഴും ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളോടും അഹൈതുകമായ കൃപയോടുകൂടി അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനായുള്ള ഉദാരമായിരിക്കുന്ന ഭാവത്തോടു കൂടിയവനായും, പിന്നെ സംസാരഘോരതര കാനനദാവവന്ഹിം. നമുക്കറിയാം, ഒരു വശത്ത് ഗുരുദേവൻ വളരെ സൗമ്യനും വളരെ സന്തുഷ്ടനും വളരെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ഒരാളാണ്. അതേസമയം മറ്റേ ഭാഗം അഗ്നിയാണ്, ജ്വലിക്കുന്നതായ തീയാണ്, ആർക്കും മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അത്രയും അമിത പ്രഭാവത്തോടു കൂടിയവനാണ്. ദാവവന്യം, അല്ലേ, കാട്ടുതീ പോലുള്ള പ്രഭാവത്തോടു കൂടിയതാ. എന്തിനാണ് ഈ കാട്ടുതീയെ പോലുള്ള പ്രഭാവം? പറയാണ്, സംസാര ഘോരതര കാനനദാവവന്യം, കാട്ടുതീ പോലെ. എന്താ കാട്ടുതീ ഇല്ലാണ്ടാക്കുന്നില്ല? കാട്ടുതീ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതാവും. വലിയ വലിയ വൃക്ഷങ്ങളാകട്ടെ, പുല്ലുകളാകട്ടെ, എല്ലാം ഇല്ലാതാവും. അതുമാതിരി ഈ സംസാരമാകുന്ന സംസാരത്തിലെ സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന വലിയ കാട്ടുതീ പോലുള്ള പ്രഭാവത്തോടു കൂടിയവനും ആയിരിക്കുന്ന ശ്രീ ചിന്മയനെ, ഗുരുവരനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാം. കല്യാണശീതളകടാക്ഷനിരീക്ഷണേന താപത്രയപ്രശമനൈകപരം സുധീരം പ്രജ്ഞാനവാരിധിതരംഗവിഹാരലോലം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീ ചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീ ചിന്മയനെ ഞാൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ളവനാണ് ശ്രീ ചിന്മയൻ? പറയാണ്, എന്താണ് അവിടുന്ന് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്തത് മാത്രമല്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാണ്, താപത്രയ പ്രശമന ഏകപരം, ഒരൊറ്റ ജോലിയേ ഉള്ളൂ. എന്താ ജോലി? താപത്രയങ്ങളെ പ്രശമിപ്പിക്കുക, അല്ലേ? തൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായ ഭക്തന്മാരുടെ താപത്രയങ്ങൾ, 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കൊക്കെ ഉണ്ടെന്നാണ്. ഇതൊക്കെയാണ് ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ആദിദൈവികം ചില ഈ ദൈവികമായിരിക്കുന്ന ശക്തികൾ, അത് മഴയായി, കാറ്റായി, കൊടുങ്കാറ്റായി, വെള്ളപ്പൊക്കമായി, അല്ലേ, തീപിടുത്തമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആദിദൈവികങ്ങളായ ദുഃഖങ്ങൾ. രണ്ടാമത്താണ് ആദിഭൗതികം, എന്നുവെച്ചാലോ മറ്റു ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ. ഭൂതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങളിൽ നിന്ന് പാറ്റ, പഴുതാര മാത്രമല്ല, ഏറ്റവും വലിയ ഭൂതങ്ങളാണ് അപ്പുറത്തിരിക്കുന്നവർ, അല്ലേ? അമ്മയായും അമ്മായിയമ്മയായും അമ്മാവനായും മരുമകനായും ചേട്ടനായും ചേച്ചിയായും എന്താണ് ബോസായും സബോർഡിനേറ്റായും ഒക്കെയുള്ള ഭൂതങ്ങൾ.
ഈ ഭൂതങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകണം ദുഃഖം ഭഗവാനെ പറയണ്ട. അതിനാണ് ആദിഭൗതികം, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്. ഇത് രണ്ടും സഹിക്കാം. ഏറ്റവും വലിയ ദുഃഖം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എല്ലാം നന്നായാലും എന്തുണ്ട് അമ്മ ഇപ്പം വിശേഷം? എന്തു പറയാനാ മോനെ, എന്തു പറ്റി? ദുഃഖം തന്നെ. അല്ല ഇപ്പം എന്താ ഇപ്പം ദുഃഖിക്കുക? ഇപ്പം ആരും ഇല്ലല്ലോ, അതന്നെ ദുഃഖം. ഇത്ര കാലം എന്തിനെ കൊണ്ട് ദുഃഖിച്ചോ, ഇപ്പം അതില്ലാതായപ്പോൾ അപ്പോഴും ദുഃഖം. എന്തേ? എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്ന ഉള്ളുന്ന അല്ലേ? ആധ്യാത്മികങ്ങളായ ദുഃഖങ്ങൾ, അത് ശരീരത്തിൻ്റെ തലങ്ങളിൽ രോഗങ്ങളായിട്ട്, മനസ്സിൻ്റെ തലങ്ങളിൽ ആദികളായിട്ടും വ്യാധികളായിട്ടും, അങ്ങനെ നമ്മളെല്ലാവരും ദുഃഖത്തിൽ മുഴുകിക്കിടക്കുക. ഭാരതീയമായ ദർശനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. ഭാരതീയ ദർശനങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭാരതീയ ദർശനങ്ങളെല്ലാം എങ്ങനെയാണ് മനുഷ്യന് ദുഃഖത്തിൽ നിന്ന് കരകയറ്റുവാൻ സാധിക്കുക എന്നതാണ്. നമ്മൾ ഭാരതീയ സാഹിത്യം, സൂത്രസാഹിത്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് മനുഷ്യനെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുക. അതിനു വേണ്ടിയിട്ടാണ് ന്യായം, അതിനു വേണ്ടിയിട്ടാണ് വൈശേഷികം, അതിനു വേണ്ടിയിട്ടാണ് യോഗം, അതിനു വേണ്ടിയിട്ടാണ് സാഖ്യം, അതിനു വേണ്ടിയിട്ടാണ് വേദാന്തം. താപത്രയങ്ങളില്ലാതാക്കാൻ എന്താണ് വഴി? എന്താ വഴി പറയാണ്? കല്യാണ ശീതള കടാക്ഷ നിരീക്ഷണീന. മഹാത്മാക്കളുടെ കടാക്ഷം അല്ലേ, അവരുടെ കടക്കണ്ണുകൾ നമ്മുടെ മുഖത്ത് പതിഞ്ഞാൽ മതി എന്നാണ്. നേരിട്ട് നോക്കുകയും വേണ്ട, അവരുടെ കടക്കണ്ണ്. എന്താ ഈ കടക്കണ്ണിൻ്റെ പ്രത്യേകത എന്താ? നോക്കൂ, നമ്മളൊരാളെങ്ങനെ നോക്കും, പക്ഷെ കടക്കണ്ണുകൊണ്ട് ആരെ നോക്കുക? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കടക്കണ്ണുകൊണ്ട് നോക്കുള്ളൂ അല്ലേ? പണ്ട് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഒരാളോട് നേരിട്ട് പറയാൻ, അല്ല എല്ലാവരോടൊക്കെ നേരിട്ട് സംസാരിക്കാൻ വിഷമം ഉണ്ടാവും. ഇപ്പം ലജ്ജ എന്ന് പറഞ്ഞ സാധനമൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലജ്ജയുള്ളത് കൊണ്ട് ഇപ്പം എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് നേരിട്ട് പറയാനൊക്കെ പലപ്പോഴും അതൊരു വിഷമമാണ്. അപ്പോൾ എന്തു ചെയ്യും? അവർ നേരിട്ട് നോക്കാൻ നാണം വരും. പക്ഷേ കടക്കണ്ണ്, അതുകൊണ്ടാണ് ഈ കടക്കണ്ണ്. ഇപ്പോൾ നോക്കൂ, എല്ലായിടത്തും കാണും. ഇപ്പോൾ ദേവിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ദേവിയുടെ അപാംഗവീക്ഷണം അല്ലേ? എന്താ? സ്നേഹമുള്ളവരിൽ മാത്രമേ കടക്കണ്ണ് പതിക്കുള്ളൂ എന്നാണ്. അത്രയാണ് ഗുരുദേവൻ എന്ത് ചെയ്യണു? കടാക്ഷ നിരീക്ഷണേന. എങ്ങനെയുള്ളതാണ് ഗുരുദേവൻ്റെ കടാക്ഷം? കല്യാണം. നമുക്ക് സകലവിധ അഭ്യുദയങ്ങളെയും, സകലവിധ ഐശ്വര്യങ്ങളെയും, സകലവിധ നന്മകളെയും നൽകുന്നതാണ്. പിന്നെ ശീതളം, തണുപ്പിക്കുന്നതാണ്. നമ്മുടെ സകലവിധ മനോവ്യാധികളെയും സകല ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതും അല്ലേ, നമുക്ക് എല്ലാവിധ മംഗളങ്ങളെയും നൽകുന്നതുമാണ് ഗുരുദേവൻ്റെ കടാക്ഷ വീക്ഷണം. അതുകൊണ്ട് ഈ കടാക്ഷത്തെ കൊണ്ട് അവിടെ നിന്ന് എന്താ ചെയ്യണത്? തൻ്റെ ഭക്തന്മാരുടെ താപത്രയ പ്രശമനൈകപരം, താപത്രയങ്ങളെയും നശിപ്പിക്കുന്നതിന് സദാ സന്നദ്ധനായിരിക്കുന്ന ആ ഗുരുദേവൻ്റെ സുധീരം, നല്ല ബുദ്ധിയോടുകൂടിയിരിക്കുന്ന, നല്ല ധീരനായിരിക്കുന്ന, ഒന്നിനോടും ഭയമില്ലാതെ അല്ലേ, എല്ലാത്തിനോടും കൃപയോടുകൂടി നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടിയതായ ഗുരുദേവൻ. അവിടുന്ന് എങ്ങനെയാണ്? ലോലനാണ്. ലോലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ്ലാദിക്കുന്നവനാണ്. ഇങ്ങനെ വിഹാരലോലം, എപ്പോഴും കളികളിൽ ആനന്ദിക്കുന്നവനാണ്. എന്ത് കളികളിലാണ് ആനന്ദിക്കുന്നത്? പ്രജ്ഞാനവാരിധി തരംഗ വിഹാരലോലം. പ്രജ്ഞാനവാരിധി തരംഗം, പ്രജ്ഞാനമാകുന്ന വാരിധി അല്ലേ, ആ അറിവാകുന്ന സമുദ്രത്തിൻ്റെ കല്ലോലങ്ങളിൽ അങ്ങനെ കിടന്നുകൊണ്ട് ആഹ്ലാദിക്കുന്നവനാണ്. അവിടുന്ന് എപ്പോഴും അവിടുത്തെ ഹൃദയത്തിൽ എന്ത് ചെയ്യണോ? ഈ പ്രജ്ഞാനം, പ്രകർഷേണയുള്ള ജ്ഞാനം, വേർതിരിച്ചുള്ള അറിവ് അല്ലേ, സത്യത്തെ സത്യമായി അറിയാനുള്ള കഴിവ്, ആ സർവം ഖല്യുതം ബ്രഹ്മ, ഇതെല്ലാം അതാണ് ബ്രഹ്മ, അതാണ് പ്രജ്ഞാനം, അതാണ് ബ്രഹ്മം അല്ലേ. ഈ പ്രകർഷേണയുള്ള ജ്ഞാനം, പ്രജ്ഞാനം ബ്രഹ്മ. ഈ ലോകത്ത് സച്ചിദാനന്ദരൂപനായ പരമാത്മാവേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൽ കാണപ്പെടുന്നതായ മായയാണ് എന്ന അനുഭൂതിയോടുകൂടി ആ വാരിധിയിൽ, പ്രജ്ഞാനമാകുന്ന, തിരിച്ചറിവാകുന്ന ആ സമുദ്രത്തിൽ, അതിൻ്റെ തരംഗങ്ങളിൽ, അതിൻ്റെ ഓളങ്ങളിൽ
ഒരു വിഹരിച്ചു കൊണ്ടിരിക്കുന്നവനായ പൂജ്യഗുരുദേവനെ ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. അങ്ങനെയുള്ളതായ ശ്രീ ഗുരുദേവനെ ഞാൻ ഹൃദയത്തിൽ ഭാവിക്കുന്നു. അങ്ങനെ എന്തിനാ ഭാവിക്കുന്നത്? നമ്മുടെ ഹൃദയവും ഈ പ്രജ്ഞാനം കൊണ്ട് പൂരിതമാകാൻ, നമ്മുടെ ശരീരം ആ ഗുരുദേവൻ്റെ പ്രയത്നങ്ങൾക്ക് ഒരു ഉപകരണമായി തീരാൻ, നമ്മുടെ മനസ്സ് ഗുരുദേവനെക്കുറിച്ച് ചിന്തിക്കുവാൻ, നമ്മുടെ ബുദ്ധി കൊണ്ട് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നതായിരിക്കുന്ന തത്വങ്ങളെ ആലോചിച്ചുറപ്പിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആനന്ദപൂർണമായൊരു ജീവിതം നയിക്കുവാനുള്ള വഴി നമുക്ക് ഗുരുദേവൻ കാണിച്ചു തന്നു. ആ വഴിയിലൂടെ നടന്ന് ആത്മമോക്ഷത്തിനും ജഗദ്ധിരത്തിനും വേണ്ടി പ്രയത്നിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് ശ്രീ ഗുരുദേവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ 8 ശ്ലോകങ്ങളൊന്നും ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കാം. ഓംകാരസൂനമകരന്ദരസം പിബന്ധം അധ്യാത്മഭൃംഗമവനീതലഭാഗ്യശൃംഗം ആനന്ദപൂർണമതിമപ്രമിതിമപ്രദാവം ശ്രീചിന്മയം വരം ഹൃദി ഭാവയാമി. ഉന്മീലദംബുജദളായതമുഗ്ധനേത്രം ഉത്തപ്തനിർമ്മലസുവർണസമാനഗാത്രം ഉന്നിദ്രഭക്തജനമാനസരാജഹംസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ആയാമരമ്യഭുജദണ്ഡഗഭീരരൂപം മായാന്ധകാരവിനിവാരണഭദ്രദീപം മുദ്രാ ധാവള്യമഞ്ജുളമൃദുസ്മിതകാന്തിപൂരം വിസ്മാരിതാഖിലപദാനതദുഃഖഭാരം ആതാമ്രശോഭനവരാംശുകസംവൃതാംഗം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. വിജ്ഞാനസാരവചനാമൃതജഹ്നുകന്യാ നിശേഷധൗത നിജകൽബിഷമുന്നതാംസം ശ്രീഖണ്ഡമണ്ഡിതമനോജ്ഞവിശാലഭാലം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. സാന്ദീപനീതിഭുവനപ്രഥിതം പ്രശാന്തം അധ്യാസിതം പരമമംഗളമാലയാഗ്ര്യം ശ്രീമത്തപോവനതപോധനശിഷ്യവര്യം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. നാനാപുരാണനിഗമാഗമതത്വവിജ്ഞം സാക്ഷാത്കൃത പ്രണവസാരമുദാരഭാവം സംസാരഘോരതരകാനനദാവവഹ്നിം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. കല്യാണശീതളകടാക്ഷനിരീക്ഷണേന താപത്രയ പ്രശമനൈകപരം സുധീരം പ്രജ്ഞാനവാരിധിതരംഗവിഹാരലോലം ശ്രീചിന്മയം
ഹൃദി ഭാവയാമി. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. बोलिए श्री सद्गुरुनाथ महाराज की जय.